ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത്? മുഖവുരയായി ഒന്ന് രണ്ട് കാര്യം പറയാം. നമ്മൾ ഈ റോഡിലൊക്കെ ഇങ്ങനെ കേൾക്കത്തക്കവണ്ണം ബോക്സൊക്കെ കെട്ടിവെച്ച് 2026 ഒരു ആധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ പുറത്തുള്ള ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ പല കാഴ്ചപ്പാടുകളിലായിരിക്കും ഇത് വീക്ഷിക്കുന്നത്. എന്തിനാ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തൊണ്ട കീറി കൂകി വിളിച്ച് അലറിക്കൂവി എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവിടെ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, എത്രയോ ക്രിസ്ത്യാനി പള്ളിയുണ്ട്. മര്യാദയ്ക്ക് പള്ളിക്കകത്തൊക്കെ പ്രാർത്ഥിച്ച് കൂട്ടി കുത്തിയിരുന്നാൽ പോരെ, എന്തിനാ ഇതിൻ്റെയൊക്കെ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുറ്റമൊന്നുമല്ല, കാരണം നമ്മളുമൊക്കെ ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ചവരാ. ഈ പ്രാർത്ഥനയും കയ്യടിയും ഈ മറുഭാഷയൊന്നും ഇഷ്ടപ്പെട്ട് വന്നവർ അധികം ഈ പന്തലിൽ കാണാൻ സാധ്യതയില്ല. ഉണ്ടോ? ഇത് കൊള്ളാവല്ലോടെ ഇഷ്ടപ്പെട്ടെന്ന് ഓടിക്കൂടിയവരൊന്നുമല്ല. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ചത്താലും എന്നെ ഈ കൂട്ടത്തിൽ കൂട്ടാമെന്ന് നീ വിചാരിക്കണ്ടടി എന്ന് പറഞ്ഞ ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നവർ പലരും. നമ്മളാരും അങ്ങനെ ഇഷ്ടപ്പെട്ട് ഓടിക്കേറിയവരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മളും ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരുന്നത്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യം എന്താ? ഈ കാലഘട്ടങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ട് ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ ഉള്ള ചിന്തയുണ്ട്. അപ്പം പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നവരായതുകൊണ്ട് ചില കാര്യങ്ങൾ ഒന്ന് അടിസ്ഥാനമിട്ട് വിഷയത്തിലേക്ക് വരാം. ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ ദാസൻ എൻ്റെ പേര് ഓർപ്പിച്ചു, ഷമീർ കൊല്ലം. ഇവിടുത്തെ പോസ്റ്ററിലും നോട്ടീസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾ ചിന്തിക്കും, ഈ ഇങ്ങനെ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി ആകാനുള്ള സാധ്യത ഒന്നുമില്ല ഈ പേര് കണ്ടെടുത്തോളം. ഈ കൊല്ലം എന്നുള്ളത് സ്ഥലപ്പേരാണ്, മുഴുവൻ പേര് ഷമീർ അബ്ദുൽ സലാം എന്നാണ്, ബാപ്പാൻ്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാം യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് എന്നൊരു ചിന്ത പൊതുവിൽ സമൂഹത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ 2002 വരെ ഇസ്ലാമിക ചിട്ടകൾ അനുസരിച്ച് ജീവിച്ചു വന്നൊരു പശ്ചാത്തലമാണ് എൻ്റെ വീട്ടിൽ ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും, ഉമ്മായുടെ ചേച്ചി, ഞങ്ങൾ വല്യമ്മ എന്ന് വിളിക്കും, നിങ്ങൾ വല്യമ്മച്ചി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമാണ് ഉള്ളത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ മദ്രസയിലൊക്കെ കടന്നുപോയി നമസ്കാരവും നോമ്പും ചിട്ടകളും ഒക്കെ അനുസരിച്ച് ജീവിച്ച കാലഘട്ടമാണ് എൻ്റെ ബാല്യകാലമെന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് 2002 ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാനായി ദൈവം എനിക്കൊരു ഭാഗ്യം നൽകിയത്. ആ കാലഘട്ടത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞ ഒരു വാചകം ഒന്ന് പറഞ്ഞ് ചിന്തയിലോട്ട് വരാം. അപ്പോൾ അവർ പറഞ്ഞു, ഷമീറെ, നമ്മുടെ മതത്തിൽ നിന്നൊന്നും ആരും അങ്ങനെയൊന്നും പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റി, നിന്നെ ആരാ പിടിച്ച് കുടുക്കി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചു. അപ്പോൾ ഇത് തുടക്കത്തിലായി കേൾക്കുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടാകും. കാരണം അന്ന് നമ്മൾ ബൈബിൾ പഠിച്ചിങ്ങനെ വരുന്നതല്ലേ ഉള്ളൂ, തുടക്കമാണ്. അപ്പോൾ അബദ്ധം പറ്റി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ആശങ്കയൊന്നും കാണിച്ചില്ലെങ്കിലും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ അകത്ത് ആശങ്ക ഉയർന്നു. ഈ പ്രാണി വലിയ ശല്യമാണ്, എങ്ങാനും തുണിക്കകത്ത് കയറിപ്പോയാൽ ഇടങ്ങേറാം. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആശങ്കയായി, ഈ അബദ്ധം വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നൊരു ചിന്തയായി. അപ്പോൾ അന്ന് ആ കാലത്ത് എനിക്കറിയുന്ന ഉപദേശിമാരോട് ഞാൻ ചോദിച്ചു, ഉപദേശി, എന്നെപ്പോലെ മതത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു, ഒരു സമാധാനത്തിന്. അപ്പോൾ ഒരു ഉപദേശി എന്നോട് പറഞ്ഞു, ആലപ്പുഴയിൽ ഒരു നസീർ പാസ്റ്ററും കുടുംബവും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നമ്പർ തരാൻ പറഞ്ഞു. അങ്ങനെ ആ നമ്പർ ഒപ്പിച്ച് ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് വണ്ടി കയറി. ആലപ്പുഴ ചെന്നപ്പോൾ നസീറും ഭാര്യ റഷീദയും 2 കുഞ്ഞുങ്ങളും, ആലപ്പുഴയിൽ ജനിച്ച് ആലപ്പുഴയിൽ വളർന്ന, ആലപ്പുഴയിൽ ഈങ്കുല സിന്താബ വിളിച്ച് മുഷ്ടി ചുരുട്ടി നടന്ന നസീറും കുടുംബവും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു, അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, നസീർ പാസ്റ്റർ എന്നാ വിശ്വാസത്തിൽ വന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്നാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ 2002 വന്നേന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറയുക, ഞങ്ങളൊക്കെ 94 ഇറങ്ങിയെന്ന്. അപ്പോൾ എനിക്കൊരു സന്തോഷം. ഏത് മലയാളി അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയെന്നറിയുമ്പോൾ നമ്മൾ ജനലിലൂടെ നോക്കും, അപ്പുറത്തൂടെ പോയെന്നറിയുമ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞ പോലെ ഒരുത്തനും കൂടെ ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ ഒരു സമാധാനം. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ
എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടെന്ന്. ഞാൻ വിട്ടു നേരെ കോട്ടയത്തിന്. കോട്ടയത്ത് പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോട്ടയത്ത് ജനിച്ച് കോട്ടയത്ത് വളർന്ന് കോട്ടയത്ത് ജീവിച്ചു വന്ന് ഇന്നും കോട്ടയത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റർ സിയാദ് മുഹമ്മദും ഭാര്യ നിഷയും കർത്താവിൻ്റെ വേല ചെയ്യുന്നത് കണ്ടു. അപ്പോൾ സിയാദ് മുഹമ്മദിനോട് ചോദിച്ചു, നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. ഞാൻ വിട്ടു നേരെ മലപ്പുറത്ത് നിലമ്പൂർ. അവിടെ ചുങ്കത്തറയിൽ ഷാജഹാനും ഷീജ ബീവിയും കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന കണ്ടു. ഷാജഹാനോട് ചോദിച്ചു, വേറെ വല്ലവരും ഉണ്ടോ എന്ന്. പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഇസ്മായിൽ അട്ടപ്പാടി ഡോക്ടർ മുരളീധരൻ്റെ അടുക്കൽ ട്രൈബൽ മിഷനിൽ പ്രവർത്തിക്കുന്നെന്ന്. ഞാൻ വിട്ടു നേരെ അട്ടപ്പാടിക്ക്. അട്ടപ്പാടി ചെന്ന് പാസ്റ്റർ ഇസ്മായിലിനെ കണ്ടു. ഇപ്പോൾ പുള്ളി എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്മായിലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. റഫീഖിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂരുണ്ടെന്ന്. വഹാബിനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അനിയൻ അബ്ദുൽ സമദ് നാലാഞ്ചിറയിലുണ്ടെന്ന്, തിരുവനന്തപുരത്ത്. നാലാഞ്ചിറ വന്ന് സമദിനെ കണ്ടപ്പോൾ പറഞ്ഞു, സൗദാ ബീവി ഇറങ്ങിയിട്ടുണ്ടെന്ന്. സൗദാ ബീവി പറഞ്ഞു, ജമീല ബീവി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ജമീല ബീവി പറഞ്ഞു, റംല തോമസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. എൻ്റെ ശ്വാസം പോകുന്നതേ നിവർത്തിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇതെന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇത് ഒരു മണ്ടത്തരമോ അബദ്ധം പറ്റിയോ ആരെങ്കിലും പിടിച്ചു വലിച്ചോ കൊണ്ടുപോകുന്നൊരു മാർഗമല്ലെന്ന് പൊതുസമൂഹം അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. എന്തിനധികം പറയുന്നു? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. തിരുവനന്തപുരത്ത് ആര്യനാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ പടവും പേരും ഫ്ലെക്സും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടിട്ട് SBI ബാങ്കിലെ ഡ്രൈവറായിരിക്കുന്ന, അവിടുത്തെ പ്യൂണും ഡ്രൈവറും ഒക്കെ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ പേര് റഹ്മത്തുള്ള ഖാൻ എന്നാണ്. അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അരിശം വന്നു. ഇവൻ എന്തിനാ ഇങ്ങനെ ക്രിസ്ത്യാനിയാകാൻ പോയെന്ന് എന്നോടൊന്ന് ചോദിക്കണമെന്ന് വെച്ച് പുള്ളി ബന്ധപ്പെട്ട് ആര്യനാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ പറണ്ടോടിനടുത്തുള്ള കാര്യമായി പറയുന്നത്, പറണ്ടോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ കഷ്ടകാലത്തിന് ഈ പുള്ളിക്ക് എന്നെ കാണാൻ പറ്റിയില്ല. കാര്യം പുള്ളി വന്ന ഉടനെ ഞാനങ്ങ് സ്റ്റേജിൽ കയറി കഴിഞ്ഞു. അപ്പോൾ കാണാൻ ഒത്തില്ല. അപ്പോൾ പിന്നെ ഇനി ഇറങ്ങുമ്പോഴല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ ഏതായാലും എന്നെ കാത്തു നിന്നതുകൊണ്ട് പുള്ളി 1.5 മണിക്കൂർ പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ വന്ന ചൂടിച്ചിരി അങ്ങ് കുറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ വരാവോ, എൻ്റെ കൂടെ താമസിക്കാമോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെന്താ ആട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി വീട്ടിൽ പോയി. വട്ടിയൂർക്കാവ് 3-ാം മൂടിനടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നു. അവിടെ പോയിരുന്നു. ഞങ്ങൾ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അദ്ദേഹത്തിന് നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. എന്തിന് ഖുറാൻ വിട്ട് ബൈബിളിൻ്റെ പുറകെ പോകണം, യേശു നമ്മുടെ കൂടെയും ഈസാ നബി എന്ന് പറഞ്ഞുണ്ടല്ലോ, പിന്നെന്തിനാ യേശുവിൻ്റെ പുറകെ, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ സംശയങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി വെളുപ്പാങ്കാലത്തൊരു 3-3:30 ആയപ്പോൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. ഇവരിന്നും കുടുംബമായി ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞും കേട്ടും അബദ്ധം പറ്റിയൊന്നും വരുന്ന മാർഗമല്ലെന്ന് എന്നെ കേൾക്കുന്ന പൊതുസമൂഹം അറിയണം. രണ്ടാമത്തെ ചിന്ത, ഇനി മറുവശം, രണ്ടാമത്തെ വശം നോക്കുക. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മീറ്റിങ്ങിൽ പ്രസംഗിച്ച ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഇപ്പോൾ ഈ മെയ് മാസം എനിക്ക് ഏറ്റവും കൂടുതൽ മീറ്റിംഗ് തിരുവനന്തപുരത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ കളിയലുണ്ട്, അതുപോലെ സാമ്പാസിൻ്റെ തന്നെ ഒരു മീറ്റിംഗ് ഇനി വരുന്നുണ്ട്, അതുപോലെ ചെങ്കവിളയുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഈ മാസം ഏകദേശം നല്ലൊരു സമയം ഞാൻ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്തിനൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ദിവസവും കൺവെൻഷനുള്ള പട്ടണമാണ് തിരുവനന്തപുരം. മറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഏത് ജില്ല വെച്ച് നോക്കിയാലും അങ്ങനെയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ കാണും. അങ്ങനെ ഒരു നല്ല കൺവെൻഷനുകളുടെ ഒരു സ്ഥലമാണ്, പ്രാർത്ഥനയുടെ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ വഴി പോകുന്ന പോസ്റ്ററുകളൊക്കെ നോക്കുമ്പോൾ വിവിധ ഇനം പേരുകളാണ്. ഈ കാലഘട്ടത്തിൽ പണ്ട് കേട്ട പാസ്റ്റർമാരൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയ പേരുകളാണ്. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, ഗോപിനാഥൻ, ആചാരി, എല്ലാം പാസ്റ്ററാണ്. അപ്പോൾ ഇതെല്ലാം യേശുവിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത് ഒരു കൂട്ടം നോക്ക്. ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, യാക്കോബ പള്ളിയിൽ അച്ഛനാണ്. ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന സന്യാസി ഗ്രൂപ്പിലെ അംഗമായിരുന്ന അച്ഛൻ. അതുപോലെ തന്നെ ഫാദർ ക്രിസ്പിൻ അച്ഛൻ, കത്തോലിക്കക്കാരൻ അച്ഛൻ. ഇവരെല്ലാം 60-70 വയസ്സിലാണ് പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാരുടെ കൂടെ കൂടിയത്.
നാട്ടുകാരങ്ങനല്ലേ പറയുന്നത്? പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുക്കുന്നവന്മാരാണ് അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു, എന്തിനു പോകണം എന്നുള്ളത് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ കൺവെൻഷൻ യോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പൊതുസമൂഹം മനസ്സിലാകുന്ന പോലെ ശാന്തമായി പറഞ്ഞു കൊടുക്കണം. അല്ല നമ്മളിവിടെ കിടന്ന് കുറേ അലറി കൂവി ബഹളം വെച്ച് തൊണ്ടയ്ക്കകത്ത് തവളയെ വെച്ചിരിക്കുന്ന പോലെ ക്രാ ക്രാ ക്രാന്ന് കിടന്ന് കൂവിയത് കൊണ്ട് പൊതുസമൂഹത്തിന് ദേഷ്യം വരും, അവർ ഇത് വെറുത്തു പോകും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ആത്മീയ ശുശ്രൂഷകളൊക്കെ ഒരു പരിധി വരെ സഭയ്ക്കകത്ത് നിൽക്കണമെന്നാണ് എൻ്റെ പക്ഷം. കാര്യം ഇപ്പോൾ ഒരു പൂതമിളകി പോകുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്, കൃപാവര ശുശ്രൂഷയാണ്. അത് പുറത്തു നിൽക്കുന്നവന് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അത് സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യമാണ്. ഇത് വീഡിയോ പിടിച്ച് വെളിയിലോട്ട് ഇട്ട് കൊടുത്താൽ എടുത്തുകൊണ്ട് പോയി സകലരും ഇട്ട് അലക്കും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അപ്പം നമ്മൾ പൊതുസമൂഹത്തോട് എപ്പോഴും പറയേണ്ടത് എന്താ? സുവിശേഷം അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അത് ഞാനൊരു അടിസ്ഥാനമിട്ടത്. ഇനി അങ്ങോട്ട് ഇന്ന് ഈ ശേഷിക്കുന്ന സമയവും നാളെ വൈകുന്നേരത്തും എന്നെ കേൾക്കുന്ന ഈ ദേശവാസികളായ മാന്യ സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ കാര്യം പറയാൻ പോവുക. എന്തിനാ ഷമീറും സിയാദും നസീറും സുരേഷും രമേശും നാരായണനും കറിയാച്ചനും തോമസ് കുട്ടി എല്ലാം യേശുവിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് ഇനി നമ്മൾ ശാന്തമായി പറയാൻ പോവുക. ചെവിയുള്ളവൻ അതാ ബൈബിളിൻ്റെ ഭാഷ കണ്ടോ? ചെവിയുള്ളവൻ, മര്യാദയ്ക്ക് കേൾക്കണമെന്നില്ല, അങ്ങനൊരു ഭാഷ ഇതിനില്ല. ചെവിയുള്ളവൻ, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ സീരിയൽ അങ്ങോട്ട് വെക്കുക, സൗണ്ട് ഇച്ചിരി കൂട്ടി വെക്കുക, കഥകും ജനലും അടച്ചിടുക, സ്വസ്ഥം ശുഭം. ഇത്രയേ ഉള്ളൂ കാര്യം. അല്ല മര്യാദയ്ക്ക് കേട്ടോടാന്ന് പറയുന്ന പരിപാടിയൊന്നും ബൈബിളിനില്ല. അപ്പോൾ നമ്മളിനി ശാന്തമായി പറയാൻ പോവുക എന്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. ആളുകളെല്ലാം യേശുവിൻ്റെ പിന്നാലെയാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പോകുന്നത്? അപ്പോൾ പലവിധമാകുന്ന കമൻ്ററികളാണ് തിരിച്ചു മറുപടിയായിട്ട് വരുന്നത്. ചില ആളുകൾ പറയും, പിന്നെ ഇവർ ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം എന്താ 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 അപ്പോൾ അടുത്ത ആൾ പറയും, ഇത് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോകുന്നതാണ്. കണ്ടോ, ഒരു പന്തൽ നിറയെ അമേരിക്കക്കാരെ കാണണമെങ്കിൽ ഇപ്പം കയറി വന്നാൽ കാണാം. സ്വത്രം പറഞ്ഞാട്ട് ഇവിടെ ഇരിക്കുന്നവർ പലർക്കും കിടക്കാനൊരു സ്വന്തമായിട്ടൊരു കിടക്കാടം പോലും ഇല്ലാത്തവർ ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് കാണും അല്ലേ? വാടക എങ്ങനെ കൊടുക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരിൻ്റെ അകത്ത് കാണും. എന്നാലും ഉള്ളിലൊരു സന്തോഷമാണ്. ആ സന്തോഷമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത. സ്തോത്രം. അപ്പം ഈ ആളുകളുടെ കമൻ്ററിയും കളിയാക്കലും ഒക്കെ ഇങ്ങനെ എന്തോ കിട്ടാൻ വേണ്ടി പോകുന്നു. ഞാനൊരു കാര്യം പറയാം. ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഈ പുസ്തകമെടുത്ത് ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടവും കൂടെ പോയി. കിട്ടിയെന്നല്ല, പിന്നെ പോയി. വല്ല കിടക്കാടും ഒക്കെ ആയത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് ആളുകളുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ഈ ദേശക്കാരായ എൻ്റെ മാന്യ സഹോദരങ്ങളോട് പറയുക, ഇതിനൊന്നും വേണ്ടി അല്ല ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിയത്. പിന്നെ എന്തിനാ? പറയാം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിലേക്ക് കടന്നുപോയ ബാല്യകാലമാണ് എൻ്റെ ബാല്യകാലം. ഇസ്ലാമിക സൗരങ്ങളുള്ള ദേശത്ത് പാർക്കുന്നവർക്കറിയാം, രാവിലെ ഒരു 7:30-8 മണി ആ സമയമൊക്കെ ആകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ തൊപ്പിയൊക്കെ ഇട്ടിങ്ങനെ വരിയായി പോകുന്ന ചന്തമുള്ളൊരു കാഴ്ചയുണ്ട്. എന്തിനാണോ താങ്കൾ മദ്രസയിൽ പോയതെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളായി പറയാം, മതപഠനത്തിനായിട്ടാണ് പോകുന്നത്. എന്തിനാന്ന്? അതൊക്കെ അറിഞ്ഞിരിക്കണം. മതപഠനത്തിനായിട്ടാണ് പോകുന്നത്. അതിപ്പം നിങ്ങൾ നാളെ ചെന്ന് ഷമീർ കൊല്ലം ഇങ്ങനെ പറഞ്ഞായിരുന്നു ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരത് പറയും ശരിയാ. കാരണം മതം പഠിപ്പിക്കാനാണ് പോകുന്നത്. ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും എല്ലാം ഒന്നാം സ്ഥാനം ദീനിന് കൊടുക്കണം, മതത്തിന് കൊടുക്കണമെന്ന ചെറിയ പ്രായത്തിലെ തലച്ചോറിൻ്റെ അകത്ത് കയറി വളരുന്നത്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് മതത്തിനു വേണ്ടി നിൽക്കണമെന്ന് പറയുന്ന ഒരു ചിന്ത ഇങ്ങനെ രക്തത്തിൻ്റെ അകത്തും തലച്ചോറിൻ്റെ അകത്തും കയറിയാണ് വളരുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വന്നൊരു ബാല്യകാലമാണ് എൻ്റെ ബാല്യകാലം. എന്നാൽ യൗവന കാലഘട്ടങ്ങളിൽ എത്തിയപ്പോൾ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം 2002 ഒരു ബൈബിൾ കരങ്ങളിലേക്ക് എടുക്കുവാൻ അവസരം ലഭിച്ചു. ഒരു ബൈബിൾ കരങ്ങളിൽ വന്നു. അതിൻ്റെ അനുഭവം നിമിത്തമാണ്. ആ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ 1.5 മണിക്കൂർ പറയാനുള്ള സാക്ഷ്യമുണ്ട്. അത് ഇന്ന് ഞാൻ തൊടുന്നില്ല. നാളെ അല്പം നേരത്തെ മൈക്ക് എടുത്തിട്ട് നാളെ വേണ്ടി വന്നാൽ സാക്ഷ്യം തൊട്ട് വിടാം. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. അപ്പോൾ അനുഭവങ്ങൾ നിമിത്തം ഇത് വന്നു. ഇത് കയ്യിൽ വന്നിട്ട് ഞാൻ ഒളിച്ചും പാത്തും ഇത് വായിക്കാൻ തുടങ്ങി. കാര്യം ഇതെന്താ സംഗതി എന്നൊന്ന് അറിയാൻ ഒരു താല്പര്യം, രഹസ്യമായിട്ട് ഇത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ ഉമ്മായും ബാപ്പയും വല്യുമ്മായും ഒക്കെ ഉള്ള കുടുംബമാണല്ലോ. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഉമ്മ ജമീല ബീവി
ഇത് കണ്ടുപിടിച്ചു. ഞാനിങ്ങനെ ബൈബിൾ ഇടയ്ക്ക് വായിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഓടി വന്നേ ബൈബിൾ മേടിച്ച് കട്ടിലിനടിയിലോട്ട് എറിഞ്ഞു വെച്ചിട്ട് ആകെ ബഹളം ഉണ്ടാക്കി. എൻ്റെ റബ്ബേ, ഇനി എന്തൊക്കെ ഇബ്ലീസിനെ ഈ വീട്ടിൻ്റെ അകത്ത് വിളിച്ചു കയറ്റാനാണോ ഇവൻ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്, എൻ്റെ പടച്ചവനേ എന്നും പറഞ്ഞ് തള്ളയാകെ ബഹളം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് രാത്രി ഒരു സന്തോഷ വാർത്ത ഈ മൈക്കിലൂടെ ദേശക്കാരോട് പറയാം. അന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞ എൻ്റെ ഉമ്മ ജമീല ബീവി ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ചില കമ്പനിക്കാർ പരസ്യം പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല. കേട്ടിട്ടില്ലേ? അതുപോലെ ഈ ബൈബിളിന് മാത്രമുള്ളൊരു പ്രത്യേകത ഞാൻ പറയാം. ഇതിനെ എതിർക്കുന്നവരെല്ലാം ഇത് ചുമക്കും. മനസ്സിലായോ? ഇതിനെ എതിർക്കുന്നവരല്ല അത് ഈ പുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇതിന് പ്രതികാര നടപടിയില്ല. ഹലോ, ഈ പുസ്തകത്തിലെ ദൈവത്തിന് എന്തില്ല? പ്രതികാര നടപടിയില്ല. നിങ്ങൾ ആരെങ്കിലും യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവേ, ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന രമണി എനിക്ക് വലിയ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് രമണിയുടെ മണ്ടയ്ക്ക് ഒരു ഇടി വെട്ടിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ സൂക്ഷിച്ചോണം, നിങ്ങളുടെ മണ്ടയ്ക്ക് ഇടി വെട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ആർക്കും ദോഷം വരുത്തുന്ന കാര്യം പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമല്ല യേശു ക്രിസ്തു. ഇത് മനസ്സിലാക്കിക്കോണം. അതിനുവേണ്ടി ആരും യേശുവിൻ്റെ അടുക്ക വരരുത്. ആർക്കും ദോഷം വരുന്നൊരു കാര്യവും ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ചില ക്ഷുദ്രജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വരി കൂടെ പറയാം. ചില എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ ഇവന്മാർക്ക് വട്ടാന്ന് മനസ്സിലാക്കിക്കോണം. എന്നെ ആനക്കൊന്നുമില്ലല്ലോ. ആശ്വാത്രം പഠിച്ചു പോകുന്നതാണ് നല്ലത്. നിനക്കെതിരെ ചില പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ, ഇങ്ങനെ കുറേ ക്ഷുദ്രജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. വിശദ വിവരം ഞാൻ പിന്നാലെ ഇന്ന് നാളെയായിട്ട് പറയും. അപ്പോൾ ശ്രദ്ധിച്ചോണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന കാലത്തോളം നിനക്കെതിരെ ഈ ഭൂമിയിൽ ആരെല്ലാം എന്തെല്ലാം കുന്തം ചെയ്താലും നിനക്കൊരു ചുക്കും സംഭവിക്കത്തില്ലെന്നുള്ളതാണ് വേദപുസ്തകം തരുന്ന ഉറപ്പ്. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചോണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളെന്ന പദവിയിലേക്ക് കടന്നു വന്ന് ദൈവകൃപയിൽ നിൽക്കുന്ന കാലത്തോളം നിനക്കെതിരെ ആരേത് മല കയറിയാലും ഏത് കുന്തം ചെയ്താലും നിനക്കൊരു ചുക്കും വരികയില്ല എന്നാണ് ഞാൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. നീ കൃപയെ നിൽക്കണം. നീ കൃപ വിട്ട് വല്ല കുരുത്തക്കേടും കാണിച്ചു വെച്ചേച്ച് വല്ലതും പണി കിട്ടിയാൽ അതിന് ദൈവ ഉത്തരവാദി അല്ലെന്നുകൂടെ ഓർക്കണം. അപ്പോൾ കൃപയിൽ നിൽക്കണം. സ്തോത്രം. അപ്പോൾ ഈ ബൈബിൾ വലിച്ചെറിഞ്ഞ് വലിയ വിഷയം ഉണ്ടാക്കിയെങ്കിലും പിന്നത്തേതിൽ എൻ്റെ മാതാവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതിന് ഒന്ന് രണ്ട് അനുഭവം പറയാം. ഞാൻ ഈ അടുത്ത സമയത്ത് മാമ്പഴക്കര അറിയാമല്ലോ, നമ്മുടെ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ ഭാഗത്ത് മാമ്പഴക്കരയിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം ഒരു മാസമല്ല 2 മാസം പിന്നിട്ടു. അവിടെ ഒരു കൺവെൻഷന് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സഹോദരൻ ഓടി വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഭയങ്കര സന്തോഷം പുള്ളിയുടെ മുഖത്ത്. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിഷയം? സുഖമായിട്ടിരിക്കുന്നു. എന്നെ ഓർമ്മയുണ്ടോ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര വലിയ മെമ്മറി കുറവാണ്, അതുകൊണ്ടൊന്ന് പറഞ്ഞാട്ടെ. പാസ്റ്റർ ഒരു 15 വർഷം മുമ്പ് മാമ്പഴക്കര പ്രസംഗിക്കാൻ വന്ന് ഓർക്കുന്നുണ്ടോയെന്ന്. 15 വർഷം മുമ്പ്. ഞാൻ പറഞ്ഞു, ഏകദേശമൊക്കെ ഒരു ഓർമ്മ. ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലൊരു ജംഗ്ഷൻ, അതല്ലേ? അത് തന്നെ. ചെറിയൊരു ഓർമ്മയുണ്ട്. എന്നാ പാസ്റ്റർ അന്ന് അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിറകിലിരുന്ന് കൂകി വിളിച്ച BJP-കാരനാണ് ഞാനെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്തോ ചെയ്യുന്നു? പുള്ളി പറയാം, ഇപ്പോൾ പാസ്റ്ററാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ ആ പേര്? ഉടനെ പുള്ളി പറയുക, സ്നേഹലാൽ എന്നാ പേര്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോഴല്ലേ പേര് കറക്റ്റായത്? മുമ്പ് കൂകുന്ന ലാലായിരുന്നു, ഇപ്പോൾ സ്നേഹിക്കുന്ന ലാലായില്ലേ? യേശു അകത്ത് വന്നുകൊണ്ടുള്ള ഗുണമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമല്ലേ എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് ഇതിന് വിരോധമായി നിന്നവരെല്ലാം ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രസംഗിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയത്. ഇനി ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം. 1-2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന് പറഞ്ഞ പട്ടണത്തിൻ്റെ പ്രദേശങ്ങളിൽ പരസ്യയോഗത്തിന് കവലയിൽ പ്രസംഗിക്കാൻ പോയി. പാട്ടുകാരൻ നമ്മുടെ പോൾസൺ കണ്ണൂരാണ് അവിടെ പാട്ടൊക്കെ പാടിയത്. പോൾസൺ കണ്ണൂർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടുമ്പോൾ
മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇറങ്ങി നിന്നിങ്ങനെ പാട്ടൊക്കെ കേൾക്കുക. അപ്പോൾ അവർക്ക് വലിയ സന്തോഷം. പുള്ളിയുടെ പാട്ട് ആ രീതിയിലുള്ള ചില പാട്ടുകളൊക്കെ പുള്ളി പാടി. അപ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമായി, എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ മൈക്കെടുത്തു. അപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗത്തിലെ പല പോയിൻറ്റുകളും ഇവരിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നു. അവർ തമ്മി ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞത് ശരിയാന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഇങ്ങനെ രസിച്ച് കേൾക്കുക. അപ്പോൾ പ്രസംഗത്തിൻ്റെ ഒടുവിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ പേരും എൻ്റെ കുടുംബവും അഡ്രസ്സും ഒക്കെ അങ്ങോട്ട് പരിചയപ്പെടുത്തിയപ്പോൾ ആ രസമൊക്കെ അങ്ങ് പോയി, മുഖമൊക്കെ ഒന്ന് ചുളുങ്ങി. ഏതായാലും യോഗം കഴിഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ അടുത്ത് വന്ന് ചിലർ സങ്കടത്തോടെ വന്നിട്ട് താടിക്കുക, എന്നാലും എൻ്റെ ഷമീർ നല്ലൊരു മതം വിട്ട് എന്തിനാടാ നീ ക്രിസ്ത്യാനിയാകാൻ, ആ വിഷമം എന്തിനാ ക്രിസ്ത്യാനിയാകാൻ പോയെന്ന്. പിന്നെ അടുത്തൊരു കൂട്ടം വന്നിട്ട് ചോദിക്കും, ഈ ഇത്രയൊക്കെ ആവേശത്തോടെ പ്രസംഗിക്കാൻ ഈ ബൈബിളിൽ എന്ത് പ്രത്യേകതയാണ് കണ്ടേ? അപ്പോൾ ഞാൻ പറയാം, എവിടെയും ഞാൻ ആവേശത്തോടെ പറയുന്നൊരു പ്രത്യേകത പറയട്ടെ. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു പ്രത്യേകത, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ആവർത്തിച്ചു വായിച്ചിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്തൊരൊറ്റ പേപ്പറിൻ്റെ അകത്ത് ഒരു വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതിൻ്റെ അകത്ത് എന്തില്ല? മതപഠനം എന്നാ മിണ്ടാത്ത ഉണ്ടോ? ഇതിൻ്റെ അകത്ത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ദൈവമായ കർത്താവ് മനുഷ്യനോട് നിങ്ങളിവിടെ ഇങ്ങനെ ഒരു മതം സ്ഥാപിക്കണമെന്നും ആ മതത്തിന് വേണ്ടി നിൽക്കണമെന്നും ആ മതത്തിന് വേണ്ടി ചാകണമെന്നോ കൊല്ലണമെന്നോ പിടിച്ച് വല്ലതിനെയും കൊണ്ട് ഇങ്ങോട്ട് ചേർക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വരി പഠനം യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇതിൻ്റെ അകത്ത് മതമെന്ന് പറയുന്നൊരു സംഗതിയില്ല. മനസ്സിലായോ? എന്നിട്ട് നാട്ടുകാർ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്തുവാ? പറയാം അങ്ങോട്ട്, നമ്മൾ മതം മാറ്റുന്നവരാന്ന്. എന്നാ കഷ്ടമാണെന്ന് നോക്കി. ഈ അടുത്ത കാലത്ത് പട്ടാമ്പിക്കാരി ചേച്ചി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? പട്ടാമ്പി ചേച്ചി പറഞ്ഞു, ഞങ്ങൾ പെന്തിക്കോസ് ഉപദേശിമാർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു എന്നാണ് ചേച്ചി പറഞ്ഞേ. ചേച്ചിക്കുള്ള മറുപടിയൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞു വിട്ടതാ. എന്നാലും ചേച്ചിയുടെ ഫാൻസുകാർ വല്ലോ ഈ ശബ്ദപരിധിയിലുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങൾ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്നെന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ പ്ലീസ് ദയവായി നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോയി സഹായിക്കണം. ഞങ്ങളുടെ അപേക്ഷയാണ്. യുദ്ധത്തിനും വഴക്കിനൊന്നും ഞങ്ങളില്ല. 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും കോഴിക്കാലും കാണിച്ച് അവരെന്ത് ചെയ്യണം? ദയവായിട്ട് തിരിച്ചു കൊണ്ടുപോക്കണം എന്നുള്ള കാര്യം താഴ്മയോടെ ഞങ്ങൾ ഓർപ്പിക്കുന്നു. കാര്യം ഇനി വേണമെങ്കിൽ ഒരു ഓഫറും കൂടെ തരാം. 2 ദിവസവും കൂടെ ഇവിടെ കൺവെൻഷനുണ്ട്. ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും 1000 രൂപയും കോഴിക്കാലും കാണിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കോളാം. ഞങ്ങളൊരു ഓഫർ അങ്ങ് തരിക. അതിൻ്റെ പേരിൽ നാളെ വിളപ്പിശാലെ ഹർത്താലില്ല. ഉണ്ടോ? ഒറ്റ ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ കല്ലെറിയത്തില്ല. ഞങ്ങളാരും ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല. ഞങ്ങളാരും കൊടി പിടിച്ച് സമരത്തിന് ഇറങ്ങത്തില്ല. മുണ്ടും മടക്കി കുത്തി കവലയിലിറങ്ങി തെറി വിളിക്കാൻ ഞങ്ങൾ ഇറങ്ങത്തില്ല. നിങ്ങളെയൊക്കെ സൗജന്യമായ ഓഫർ തന്നിരിക്കുന്നു, കൊണ്ടുപോക്കണം. ഇതിലും വലിയ ഓഫർ സ്വപ്നങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോക്കണം. പിന്നെ പിടിച്ചും വലിച്ചൊന്നും കൊണ്ടുപോകാൻ നോക്കുകയില്ല. ആ വഴിയിലോട്ട് നിന്ന് നല്ല നോട്ടും കോഴിയും കാണിച്ച് അവിടെ നിൽക്കണം. വരുന്നവരെല്ലാം കൊണ്ടുപോക്കണം. ഒരു പിണക്കവും ഇല്ല, പരാതിയില്ല. അത് കഴിയുമ്പോൾ ഒരു ചെറിയ ന്യൂനപക്ഷം ഈ കസേരയ്ക്കകത്ത് ശേഷിക്കും. ആമേൻ. ആ ന്യൂനപക്ഷത്തിൻ്റെ അടുക്കൽ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ടേ ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല ചേട്ടന്മാരെ. മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്നവരാ. അതുകൊണ്ട് വെറുതെ ഞങ്ങളെ ആക്ഷേപിക്കരുത്. ഇത് മതത്തിൻ്റെ പരിപാടിയല്ല. ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരു വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കുന്നില്ല. ഓക്കെ? അപ്പം പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്നല്ലേ വിഷയത്തിലോട്ട് പ്രവേശിക്കാം. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് എന്താ? ഈ കേൾക്കുന്ന പൊതുസമൂഹം ഒന്ന് കേട്ടോണം. ഞാൻ ഈ പറയുന്നത് ശരിയാണോന്ന് അറിയാനെങ്കിലും ഒരു വാദത്തിനൊരു വേദപുസ്തകം മേടിച്ചൊന്ന് വായിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം.
ഈ പുസ്തകം ലോകത്തോട് സംസാരിക്കുന്നത് മതത്തെക്കുറിച്ചല്ല, പിന്നെന്താ? സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒന്നുകൂടി ലളിതമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഉലകത്തിലെ സകല മനുഷ്യനും തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയണമെന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനം. അതിന് തെളിവ് തരുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട്, അപ്പോസ്തലപ്രവൃത്തി 14:15. തെളിവ് തരുന്ന ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. 14:15. അപ്പോസ്തലപ്രവൃത്തി 14:15 വായിച്ചാട്ടെ. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ക്ലിയറാണ്, സംഭവം ക്ലിയറാണ്. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ പൊട്ടത്തരവും മണ്ടത്തരങ്ങളൊക്കെ വിട്ടേച്ച് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്, ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന്. അതാണ് സുവിശേഷമെന്ന്, അതാ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എവിടെ തുടങ്ങി? നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ പുസ്തകം ആരംഭിക്കുന്നത് ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഈ പ്രപഞ്ചം, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. നമ്മൾ വായിച്ച ഒന്നാമത്തെ വേദഭാഗം ആ പുസ്തകത്തിൽ നിന്നാണ്. അല്പകാര്യങ്ങൾ അതിലേക്ക് വരാം, എന്നിട്ട് രണ്ടാം ഭാഗത്തിലേക്ക് വരാം. ഈ പുസ്തകം ആരംഭിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം. ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. അപ്പോൾ ഒരു കാര്യം അത് വായിക്കുമ്പോൾ വ്യക്തമാകും, ഈ അണ്ടകടാകത്തിൻ്റെ മുഴുവൻ പിന്നിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. ഹലോ, ഈ കാലഘട്ടത്തിൽ ദൈവമില്ലെന്ന് പറയുന്ന ഒരു തലമുറയുടെ നമ്മിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന ദൈവമൊന്നും ഇല്ലെന്ന്. അയ്യോ, പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ വെറും കോമഡിയായിപ്പം. പുതിയ തലമുറയ്ക്ക് ദൈവവും പ്രാർത്ഥനയും ആരാധനയൊക്കെ കോമഡിയാ. പിന്നെ പറയുമ്പം മറുവശവും കൂടെ പറയണം, അങ്ങനെ കോമഡിയായി കാണാൻ ഉള്ള കാരണവും നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള ചില കീടങ്ങളാണ്. അത് ഞാൻ പിന്നെ പറയാം. അപ്പം പുതിയ തലമുറയ്ക്ക് പ്രാർത്ഥനയും ആരാധനയും ഒക്കെ തമാശയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയാം, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. മനസ്സിലായോ? ഒരു ദൈവമുണ്ട്. പുതിയ തലമുറ പറയും ദൈവമൊന്നുമില്ല. പിന്നെ ചില പിള്ളേർ ഇപ്പോൾ പറയുന്നു ഡിങ്കനാണ് ദൈവമെന്ന്. ഏത് ഡിങ്കൻ? ഡിങ്കനെ അറിയാവോ? ഓ, അറിയാനൊന്നുമില്ല. നിക്കറ് പുറത്തിട്ടൊരു ചുണ്ടലി. അപ്പോൾ ഇതാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക പുതിയ തലമുറ. ഡിങ്കമതം, ഡിങ്കാഹയ സ്വാഹ എന്നൊക്കെയാണ് പിള്ളേർ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുവാൻ 1 മണിക്കൂർ സംവാദമൊന്നും വേണ്ട. തലയ്ക്കകത്ത് മിനിമം മൂളയുള്ളവന് തിരിച്ചറിയാൻ സാധിക്കും, ഈ അണ്ടകടാകത്തിൻ്റെ പിന്നിൽ ചലിക്കുന്നൊരു കരമുണ്ട്. എന്തിനാ? വലിയ തലച്ചോറില്ലാത്തവനും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കുഞ്ഞു കാര്യം ഞാനിപ്പോൾ പറയാം. ഈ വേദപുസ്തകത്തിൽ ഒരു ഭക്തൻ എഴുതി വച്ചിരിക്കുക, ദൈവമേ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അകത്തുണ്ടെന്ന ദൈവത്തിൻ്റെ കരവിരുത് അല്ലേ? നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി 10 മിനിറ്റ് നിൽക്കണം, നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം അറിയാതെ സമ്മതിക്കും ഒരു ദൈവമുണ്ടെന്ന്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? വലിയ ഡിഗ്രി ഒന്നും വേണ്ട, ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ ഈ തലയിലിരിക്കുന്ന കറുത്ത സാധനം എന്തുവാ പേര്? മുടി. ഈ താടിയും മീശയായിട്ടൊക്കെ വളർന്നു വരുന്നത് എന്തുവാ? പ്ലാസ്റ്റിക് ആണോ? പിന്നെന്തുവാ? മുടി. പുരികമായിട്ട് വരുന്ന എന്നാ? മുടി. കണ്ണിൻ്റെ പീലിയായിട്ട് വരുന്ന എന്നാ? ഇതെല്ലാം ഐറ്റം വന്നാ മുടി അല്ലേ? പക്ഷേ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ വെച്ച നിയമം നോക്കേ. തലമുടിയോടും താടിയോടൊക്കെ പറഞ്ഞു, കാലത്തിനനുസരിച്ച് വളർന്നിറങ്ങിക്കോ, അവന്മാർ വെട്ടി റെഡിയാക്കി നീറ്റാക്കിക്കോളൂന്ന്. പക്ഷേ കൺപീലിയോട് പറഞ്ഞു, പരിധി വിട്ട് വളരരുതെന്ന്. ആര് വെച്ച നിയമമാണ്? നിങ്ങളെ പ്രസവം എടുത്ത ഡോക്ടർ വെച്ച നിയമമാണോ? സൃഷ്ടാവ് വെച്ച നിയമമാണ്. നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ വളരുന്ന പോലെ കൺപീലി അങ്ങ് വളർന്നെങ്കിലോ. ഇന്ന് രാത്രി യോഗത്തിന് വരുന്ന രംഗം ഒന്ന് ആലോചിച്ച്,
രണ്ട് കണ്ണിൻ്റെയും ഷട്ടർ ചുരുട്ടി പൊക്കി വെച്ച് ഇവിടെ ഒരു ക്ലിപ്പ്, ഇവിടെ ഒരു ക്ലിപ്പ്. ഡിഗ്രി ഒന്നും വേണ്ട, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞേ. അതാരും മനുഷ്യൻ്റെ തലച്ചോറുണ്ടാക്കി വെച്ച വ്യവസ്ഥയല്ലല്ലോ, സൃഷ്ടാവായ ദൈവം വെച്ച വ്യവസ്ഥയാണ്. വേണ്ട, എന്തിനധികം പറയുന്നേ? ഈ കരമനയെന്ന് ബാലരാമപുരത്തോട്ട് ഇപ്പോൾ പോകാൻ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താ? നല്ല 6 വരിപ്പാത ഹൈവേ ഇങ്ങനെ വികസിപ്പിച്ചിട്ടേക്കുന്നു. വണ്ടി ഓടിച്ചു പോകാൻ തന്നെ എന്ത് രസമാണ് അല്ലേ? നല്ല സിഗ്നൽ സംവിധാനവും റബ്ബർ ടാറിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുക. ഞാൻ എത്രയോ വട്ടം യോഗത്തിന് പോയപ്പോൾ കണ്ടൊരു കാര്യം പറയട്ടെ. ഇത്രയും സംവിധാനമൊക്കെ ഉണ്ടായിട്ടും ആ ബാലരാമപുരത്തിനും കരമനയ്ക്കും ഇടയ്ക്ക് വണ്ടികൾ കൂട്ടിമുട്ടി ആക്സിഡൻ്റ് ഉണ്ടായി കിടക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇത്രയും സംവിധാനമൊക്കെ ഉണ്ടായിട്ട് 2 എണ്ണം കൂട്ടിയിടിക്കുകയാണെങ്കിൽ ആകാശത്ത് ഭ്രമണപഥങ്ങളിൽ സൗരയൂഥങ്ങളിൽ രാവും പകലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഗ്രഹത്തിന് ഡ്രൈവറുണ്ടോ? പറ. ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നി ചലിക്കുന്നൊരു കരമുണ്ടെന്ന്, ഇതിനെയെല്ലാം കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തന്റെ കരം ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, ഒരു ദൈവമുണ്ട്. ആ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ വാക്യം. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ യഹോവയായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ചു, സൃഷ്ടിച്ചു. അവരെ എങ്ങനെ സൃഷ്ടിച്ചു? ഹിന്ദുവായി സൃഷ്ടിച്ചു എന്നാണോ? അല്ല. ക്രിസ്ത്യാനികളായി സൃഷ്ടിച്ചെന്നാണോ? അല്ല. മുസൽമാനായി സൃഷ്ടിച്ചെന്നാണോ? അല്ലെന്ന്. പിന്നെന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. കണ്ടോ? അതാ ഒരു ഇഷ്ടം. ഞാൻ മനുഷ്യരെ ഹിന്ദുവായി സൃഷ്ടിച്ചെന്നോ മുസൽമാനായി സൃഷ്ടിച്ചെന്നോ ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്നോ ഒരു ദൈവം പറയുവാണെങ്കിൽ ആ ദൈവത്തിന് അവർ മാത്രം മതി എന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരാളെ നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? എടാ, കറുത്തവനെ സൃഷ്ടിച്ചതും ദൈവം, വെളുത്തവനെ സൃഷ്ടിച്ചതും ദൈവം, കുറഞ്ഞവനെ സൃഷ്ടിച്ചതും ദൈവം, കൂടിയവനെ സൃഷ്ടിച്ചതും ദൈവം, എല്ലാം ദൈവം. എന്നിട്ട് ദൈവം പറയാം, എനിക്ക് കറുത്തവനെ ഇഷ്ടമില്ല, കുറഞ്ഞവനെ ഇഷ്ടമില്ല, എനിക്ക് വെളുത്തവൻ മതി, കൂടിയത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തന്നെ നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ. ഇല്ല. ദൈവം വിവേചനമില്ലാത്തവനായിരിക്കണം. ദൈവം സകല മനുഷ്യരെ ഒന്നുപോലെ കാണുന്നവനായിരിക്കണം. സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കുന്നവനായിരിക്കണം. സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവനായിരിക്കണം ദൈവം. അപ്പോൾ ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു സംശയം കൂടെ മാറി. എന്താ? സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ പഠിപ്പിച്ചത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നാ? അങ്ങോട്ട് കുരങ്ങിന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിലും ശാസ്താംകോട്ടയിലും ഒക്കെ ഇപ്പോഴും ഇഷ്ടം പോലുണ്ട്, വയനാട് ചുരത്തിലുമൊക്കെ ഇഷ്ടം പോലുണ്ട്. എന്ത്? കുരങ്ങന്മാർ. എന്താ ഓരോ ആഴ്ചയിലും ഓരോ മനുഷ്യൻ ഇങ്ങോട്ട് വരാത്തെ? ഒരാഴ്ച നാരായണൻകുട്ടി, അടുത്ത ആഴ്ച തോമസ് കുട്ടി, പിറ്റത്തെ ആഴ്ച മുഹമ്മദ് കുട്ടി. പോരട്ടെ, കുരങ്ങിന് കുറവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചിലർ ഒറ്റക്കാലം നിൽക്കുന്ന കാണാം. നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി, മനുഷ്യൻ കുരങ്ങിയുന്ന അങ്ങനെ വാദിക്കുന്നവരോട് വഴക്കുണ്ടാക്കാനൊന്നും ദൈവമക്കൾ നിൽക്കരുത്. അങ്ങനെ ആരെങ്കിലും നമ്മളോട് വാദിച്ചാൽ കൈകൂപ്പി പറയണം, ശരി ചേട്ടാ, സമ്മതിച്ചു, ചേട്ടൻ്റെ വല്യപ്പച്ചൻ കുരങ്ങൻ, ഞങ്ങളുടെ അങ്ങനെ അല്ല. സ്വന്തം വല്യപ്പൻ കുരങ്ങനാന്ന് പറയുന്നവനോട് പിന്നെ വഴക്കിടാൻ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ശരി, നിങ്ങളുടെ വല്യപ്പൂപ്പന്മാരൊക്കെ കുരങ്ങന്മാരാ, ഞങ്ങളെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പോന്നേക്കണം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ വായിച്ചപ്പോൾ കൃത്യമായി വെളിപ്പെട്ടു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? നിലത്തെ പൊടിയുണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു. അനക്കമില്ല. അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഉലക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. പേര് ആദം. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പൊതുസമൂഹത്തോട് പറയുക. കന്നുകാലി ഉണ്ടാകട്ടെ, ഇടജാതി ഉണ്ടാകട്ടെ, പറവജാതി പറക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രം ഒരു വെളുത്ത മനുഷ്യൻ ഉണ്ടാകട്ടെ, ഒരു കറുത്ത മനുഷ്യൻ ഉണ്ടാകട്ടെ എന്നൊന്നും പറയുന്നില്ല. പിന്നെന്താ ചെയ്തേ? ദൈവത്തിൻ്റെ കരങ്ങളാൽ നിർമ്മിച്ചു. എന്നിട്ട് ഈ മൃഗജാലങ്ങൾക്കും കന്നുകാലിക്കും പറവജാതിക്കും ഒന്നും കൊടുക്കാത്ത ഒരു ഭാഗ്യം, ഒരു ലോട്ടറി ദൈവം എനിക്കും നിങ്ങൾക്കും തന്നു. അഥവാ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന മനുഷ്യന്മാർക്ക് തന്നു. എന്താണെന്നറിയാമോ? ദൈവമൂതിയ ജീവശ്വാസത്താൽ മനുഷ്യന് ലഭിച്ചൊരു ബോണസ്, മനുഷ്യന് ലഭിച്ചൊരു ലോട്ടറി. അതാണ് വിലപ്പെട്ട ആത്മാവ്.
ഈ ശബ്ദവരിയിൽ കേൾക്കുന്ന എല്ലാ മനുഷ്യനും മനസ്സിലാക്കിക്കോണം, നിന്റെ അകത്ത് ഈ മുടി ലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവിനെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിനക്കൊരകത്ത മനുഷ്യനുണ്ട്, ഒരാത്മാവുണ്ട്. അതുകൊണ്ട് സഭാപ്രസംഗികൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, മനുഷ്യൻ മരിക്കും, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരണം, ആത്മാവോ അതിനെ നൽകിയവൻ്റെ അടുക്കലേക്ക് തിരികെ ചെല്ലണം. അതിനെ നൽകിയ ഒരു ദൈവമുണ്ട് കേട്ടോ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ, ആത്മാവിനെ നൽകിയവൻ. മനുഷ്യന് മാത്രമേ ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? പറ, ഉണ്ടോ? ഈ വിളപ്പിശാല നെടുങ്കുഴിയിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് ക്ഷണിച്ചിട്ടുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരമാണ്, ഇഡലി തിന്നാൻ വരണമെന്ന് കാർഡ് പഠിച്ച് വിളിക്കാറുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികൾ വിളിക്കാറുണ്ടോ? മറിയാമേ, ഞങ്ങളുടെ വീട്ടിലെ പശു അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച പാട്ട് കുർബാനയാണ്, പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വരുന്നുണ്ട്, നിങ്ങളും വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിം സൗരങ്ങൾ വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ എരുമ ചത്തുപോയി, 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മൃഗങ്ങൾ ചത്താൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം തീർന്നെടുത്ത് മനുഷ്യൻ മരിച്ചാലോ? പറ. ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന, കത്തം തുടങ്ങിയ ചടങ്ങുകൾ ശേഷിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഉത്തരവ് ഒന്നേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നവൻ്റെ തലയ്ക്ക് ബോധമുണ്ട്, മരിച്ചുപോയ മനുഷ്യനൊരു ആത്മാവുണ്ടെന്നും അവന് മോക്ഷം ലഭിക്കണമെന്നുമുള്ള ചിന്ത ജീവിച്ചിരിക്കുന്നവൻ്റെ തലച്ചോറിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ഈ കണ്ട ശേഷക്രിയകളെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇനി ഒരു വരിയും കൂടെ, അങ്ങനെ ചെയ്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് നാളെ പറയാം, തൽക്കാലം അത്ര നിൽക്കട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് വിലപ്പെട്ട ഒരു ആത്മാവുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ മനുഷ്യൻ ഹിന്ദുവാണോ? അല്ല. ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയാണോ? അല്ല. ഈ മനുഷ്യൻ മുസൽമാനാണോ? അല്ല. അവൻ്റെ പേര് മനുഷ്യൻ. ഇന്ന് രാത്രി ഈ ദേശക്കാരോട് പറയാം, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ ഈശ്വരൻ, പടച്ചവൻ ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ആകെ കൂടെ കാണുന്ന 2 ജാതികളുള്ളൂ മനുഷ്യന്മാരെ, ഒന്ന് ആണും ഒന്ന് പെണ്ണും. ബാക്കിയുള്ള സകല നാശകോടാലി ആരുണ്ടാക്കിയതാ? ഈ ഇരുകാലി മനുഷ്യന്മാരുണ്ടാക്കി വെച്ച ഇടങ്ങേറ. അതല്ലേ പണ്ട് യേശുദാസ് പാടി, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതവും ദൈവങ്ങളും കൂടെ മണ്ണിന് അടി ഉണ്ടാക്കുന്നത് അങ്ങേര് പാടിയപ്പോൾ ആരെങ്കിലും അങ്ങേരെ ഇരുട്ടടി അടിച്ചോ? ഉണ്ടെന്നില്ല. ഇന്നെങ്ങാനും പാടിയാൽ ചിലപ്പോൾ അടിക്കും, അങ്ങനത്തെ ക്ഷുദ്രജീവികൾ ഇപ്പോൾ ഉണ്ട്. അന്ന് ആരും ഇരുട്ടടി അടിച്ചില്ല, കാര്യം അങ്ങേര് പാടിയത് ശരിയാണെന്ന് തലച്ചോറുള്ളവനൊക്കെ അറിയാം. ഇതെല്ലാം മനുഷ്യന്മാരുണ്ടാക്കി വെച്ച് ഇടങ്ങേറ, ദൈവത്തിന് ജാതിയും മതമൊന്നുമില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, മനോഹരം, കൊള്ളാമല്ലോ സംഗതി. ഞാൻ വീണ്ടും വായിക്കുക. അപ്പോൾ ദൈവം അവരെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോടൊപ്പം വസിക്കുവാനും ഏദൻ തോട്ടമെന്ന് പറയുന്നൊരു പൂങ്കാവനം, ഒരു പറുദീസ ഉണ്ടാക്കി ദൈവം അവരെ അവിടെ ആക്കി വെച്ചു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അന്ന് സൃഷ്ടിക്കപ്പെട്ട സമയത്തുള്ള മനുഷ്യൻ്റെ പദവി എന്താണെന്ന് ഒരു വാക്യം വായിച്ച് കേട്ടണം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം. നമ്മൾ വായിച്ച 3 വാക്യത്തിലെ 1-ാം വാക്യത്തിൻ്റെ ചിന്ത ഞാനിവിടെ നിർത്തും. ഒന്ന് വായിച്ചോ. ആ സൃഷ്ടിക്കപ്പെട്ട സമയത്തുള്ള മനുഷ്യൻ്റെ പദവി എന്തായിരുന്നു എന്ന് 3-ാം അധ്യായം 38-ാം വാക്യം ഒന്ന് വായിച്ചു. 3-ാം അധ്യായം 38-ാം വാക്യം. ലൂക്കോസ് 3:38 വായിച്ച്. ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ. ആ പദം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ആദാം ദൈവത്തിന്റെ മകൻ. ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലിക്ക് ദൈവം കൊടുത്ത പദവി, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം, ദൈവമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശം, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കാനുള്ള അവകാശം, ദൈവവുമായിട്ട് സംസാരിക്കാനുള്ള അവകാശം, ദൈവം അവരുടെ അടുക്കൽ ഇറങ്ങി വരുവാൻ അനുഭവത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏദൻ പറുദീസയുടെ അനുഭവം. മനുഷ്യന് ലഭിച്ച പദവി പുത്രത്വം. കേട്ടോ, മനുഷ്യന് ലഭിച്ച പദവി പുത്രത്വം. ദൈവം അവരുടെ അടുക്കൽ ഇറങ്ങി വരുന്നു, ദൈവം അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ദൈവത്തിൻ്റെ കാലൊച്ച മനുഷ്യൻ്റെ കാതുകളിൽ കേൾക്കാൻ കഴിയുന്നു. അത്ര മനോഹരമായ ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഗ്രഹപൂർണമായൊരവസ്ഥയായിരുന്നു മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ലഭിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് 1-ാം ഘട്ടം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും
സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം ഒന്ന് പറഞ്ഞേ. ചെറുക്കൻ്റെ പേര് ആദം, പെണ്ണിൻ്റെ പേര്. കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏതൻ. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാസ്റ്ററല്ല, യഹോവയായ ആദ്യത്തെ കല്യാണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചെറുക്കൻ പെണ്ണിനെ എങ്ങനെ കെട്ടിയെന്നും കൂടെ പറയാവോ ഉപദേശി? പറയാം. ഈ ആദം എന്ന് പറയുന്ന ചെറുക്കൻ ഏതൻ തോട്ടത്തിൽ നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നു പോയി വലിച്ചു പൊട്ടിച്ച് അവ്വായയുടെ കഴുത്തേലോട്ടിട്ടൊരു മുറുക്ക്. ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറിയെന്ന് കൂന്നഞ്ചാറ് കൂ. ആ സമയം നോക്കി ചെറുക്കൻ അങ്ങ് മുറുക്കി. അങ്ങനെ വല്ലതും മുറുക്കിയോ? പറ. ബൈബിള് കയ്യിലുള്ളവർ ഉത്തരം പറ. അങ്ങനെ വല്ലതും മുറുക്കിയോ? ഇല്ല, അങ്ങനൊന്നും മുറുക്കിയില്ല. അതാ ഈ പെന്തിക്കോസുകാർ മുറുക്കാത്ത. ഇനി ചോദിച്ചേക്കരുത്. കേട്ടല്ലോ? ചിലർ ചോദിക്കും, കറുത്ത ചരട് പോലും ഇല്ലി ഓടിയെന്ന്. കറുത്ത ചരട് പോലും ചോദിക്കത്തില്ലേ? കറുത്ത ചരട് പോലും ഇല്ലെന്ന്. എന്നാ ഇല്ലാത്ത കാര്യം പറഞ്ഞു തരാൻ കാതു തുറന്ന് കേട്ടോണം. ഇനി ചോദിക്കരുത്. ദൈവം മനുഷ്യനെ യോജിപ്പിച്ചത് ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടല്ല. പിന്നെ എങ്ങനെയാ യോജിപ്പിച്ചതെന്ന് കേട്ടോണം. പിന്നെ ഈ മുറുക്ക് ആരാ കണ്ടുപിടിച്ചതെന്ന്? അത് ഇരുകാലി മനുഷ്യൻ കണ്ടുപിടിച്ച് അടങ്ങേറ മുറുക്ക്. അത് എന്തിനാണെന്നറിയണ്ടേ? ഇവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്കാൻ. എൻ്റെ കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടോ. തമാശയല്ല ഈ പറയുന്ന, കേട്ടോ സംഗതി. ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നേന്ന് അങ്ങോട്ട് പറയാൻ പോവാ. കേട്ടോ, ദൈവം യോജിപ്പിച്ചത് ഒരു ഉടമ്പടിയിലൂടെ. ഉടമ്പടിക്ക് വാല്യുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മോദിജി അധികാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സത്യപ്രതിജ്ഞാ വാചകത്തിലൂടെയാണ്, ഉടമ്പടിയിലൂടെയാണ്. സ്വർഗത്തിലെ സൃഷ്ടാവായ ദൈവത്തെ സാക്ഷി നിർത്തി ആദിമ ചെറുക്കൻ പെണ്ണിനോട് ഉടമ്പടി ചെയ്യുന്നു. ദാ ഇവളുണ്ടല്ലോ, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാണെന്ന് സ്വർഗത്തിലെ ദൈവം സാക്ഷി. ആ ഉടമ്പടിക്കകത്ത് ഒളിച്ചിരിക്കുന്ന രഹസ്യമുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസമില്ലാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ജീവിതമില്ല. ഉണ്ടോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടുമില്ല. പിള്ളേരെന്നെ എടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടത്തില്ലേ പഠിക്കാൻ? ഇനി മാംസമുണ്ട്, അസ്ഥി ഇല്ലെന്നിരിക്കട്ടെ. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവോ? നിങ്ങളിങ്ങനെ ഇരിക്കുവോ? പറ. അസ്ഥിയില്ല, നമ്മൾ മാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പം ഈ അസ്ഥിയും മാംസവും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞേ. ഇനി ഒരു ചോദ്യം. ഷമീർ കൊല്ലത്തിൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം വരത്തില്ലേ? വരും. എന്നാ അത് പറയങ്ങോട്ട്. ഷമീർ കൊല്ലം മരിച്ച് പെട്ടിക്കകത്ത് കയറി കൊണ്ട് ചുമന്നുകൊണ്ട് ഇതുപോലെ കൊണ്ട് കിടത്തി പന്തലുമൊക്കെ ഇട്ട് നിങ്ങളെല്ലാവരും വന്നുകൂടി. നിങ്ങളെല്ലാം വരുമോ? എല്ലാവരും വരണം. ചത്തിട്ട് ക്ഷണിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ക്ഷണിക്കുക. എല്ലാവരും വരണം. അപ്പോൾ എല്ലാവരും കൂടെ വന്ന്, ഉപദേശിമാരൊക്കെ ഇതുപോലെ വന്ന് സെപ്പറേറ്റ് ഇരിക്കും. ഞാനിവിടെ പെട്ടിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവരെങ്ങനെ, പിന്നെ കുറച്ച് നേരം ഇവർ എന്നെക്കുറിച്ച് കുറച്ച് തള്ളിയൊക്കെ മറിക്കും. നിങ്ങൾ കേട്ടോണം. ഈ കാലഘട്ടത്തിൻ്റെ ധീര പോരാളി എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്നെക്കുറിച്ച് തള്ളും. ജീവിച്ചിരിക്കുന്ന കാലത്ത് വെക്കാവുന്ന ഭാരം മൊത്തം എനിക്കിട്ട് വെച്ചേച്ച് ചാകുമ്പോൾ തള്ളാൻ ഒരുത്തനും വരികയും ചെയ്യരുത് എൻ്റെ മുറ്റത്തോട്ട്. അതും കൂടെ ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കാം. ഒരു മനുഷ്യന് നല്ലത് പറയുന്നത് എപ്പോൾ പറയണം? ജീവിച്ചിരിക്കുമ്പോൾ പറയണം. തോളെ തട്ടിയിട്ടൊരു നല്ല വാക്ക്, ദൈവവാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്കൊരു സന്തോഷം അല്ലേ? മുമ്പോട്ട് പോകാൻ നമുക്ക് ഒരു ചാർജ്. ജീവിച്ചിരിക്കുമ്പോൾ വെക്കാവുന്ന ആപ്പ് മൊത്തം വെച്ചേച്ച് ചാകുമ്പോൾ തള്ളാൻ വേണ്ടി ഒന്നും ആരും വരണ്ട. അപ്പോൾ ശ്രദ്ധിച്ചേ, ചത്തു കഴിഞ്ഞ് വെട്ടിക്കകത്ത് കയറ്റി എന്നെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങളെല്ലാം കൂടെ ചുമന്ന് കല്ലറ കൊണ്ട് വെച്ച് മണ്ണും വാരിയിട്ട് കല്ലറ അടച്ച് ഉഴുന്നുവടയും ചായം കഴിച്ച് നിങ്ങളെല്ലാം നിങ്ങളുടെ വഴിക്ക് തിരിഞ്ഞു പോയി മണിക്കൂറുകൾക്ക് പിന്നിട്ട് കഴിയുമ്പോൾ എൻ്റെ അസ്ഥിയും മാംസവും ഒക്കെ വേർപെട്ട് പതിയെ മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് അത് മരണമെന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ. ഇന്ന് രാത്രി ഗൗരവമായി കേട്ടെ, ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച വിവാഹത്തിൻ്റെ ലക്ഷ്യം അത് മരണത്താലല്ലാതെ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ്. ഏതെങ്കിലും ഒന്ന് വലിച്ചു പൊട്ടിച്ചാൽ, ഏതെങ്കിലും ഒന്ന് ദേഷ്യത്തിന് പൊട്ടിച്ചു കളഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന നിലയിലല്ല ദൈവം ഭൂമിയിൽ വിവാഹബന്ധം സ്ഥാപിച്ചത്. അത് മരണത്താലല്ലാതെ വേർപിരിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം വെച്ച ഉടമ്പടിയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ കുടുക്കാന്ന് ആർക്ക് മനസ്സിലായി? ഈ മനുഷ്യൻ്റെ തലച്ചോറി മനസ്സിലായി. കാരണം ചാകുന്നവരെ ഇതിനെയൊക്കെ ചുമക്കണം. മനസ്സിലായോ? അപ്പോൾ എവൻ്റെ തലച്ചോറിന് മനസ്സിലായി ഇത് കൊടുക്ക ചാകുന്നവരെ ഇതിനെയൊക്കെ ചുമക്കണമല്ലോ നോർത്തപ്പോൾ എവൻ്റെ തലയ്ക്കകത്ത് എവൻ കണ്ടുപിടിച്ച ബൾബാണ് മുറുക്ക്. അതാവുമ്പോൾ അവന് തോന്നുമ്പോൾ പൊട്ടിച്ചട്ടം കളഞ്ഞിട്ട്
അവന് പോയി അടുത്ത മുറുക്കാം. അപ്പം ഇവനിങ്ങനെ തുണി മാറുന്ന പോലെ ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച് അടങ്ങേറായത് മുറുക്ക്. അതുകൊണ്ട് ശബ്ദപരിധിയിൽ കേൾക്കുന്ന കുടുംബസ്ഥരായ മുഴുവൻ ആളുകളും മനസ്സിലാക്കിക്കോണം. നാട്ടിലെ ചില പെണ്ണുങ്ങൾ പറയുന്ന പോലെ അടിച്ച് കളയടി അവനെ, അവനല്ലെങ്കിൽ വേറൊരുത്തൻ, ഇങ്ങനൊന്നും പറയാൻ പറ്റുന്ന ഇടപാടല്ല. ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച വിവാഹം, കുടുംബജീവിതം അതങ്ങേയറ്റം വിലയുള്ള ഒന്നാണെന്ന് ശബ്ദപരിധിയിൽ കേൾക്കുന്ന സകലരും മനസ്സിലാക്കിക്കോണം. അതാ ദൈവത്തിൻ്റെ ഇഷ്ടം. കുടുംബജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ദൈവമക്കളും മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിമാരുടെ അടുക്കൽ ആരും ഡൈവോഴ്സും പറഞ്ഞുകൊണ്ടും വരികയില്ല. രണ്ടാമത് കെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അരികത്തോട്ട് വന്ന ഓടിക്കും, ഞങ്ങൾ കണ്ടം വഴി ഓടിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ അവിടെ ഒരു ഉപദേശി 4ാമത്തെ കെട്ടിച്ചെന്ന്. ഇവനൊന്നും ഉപദേശി ഒന്നുമല്ല, തൊഴിലുറപ്പിന് പോകേണ്ടവനൊക്കെ ബൈബിൾ കൊടുത്തുകൊണ്ട് ഇറങ്ങിയേച്ച് 10 കെട്ടിച്ച് നടക്കും. അതിനൊന്നും വേദപുസ്തകമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള കാര്യം പൊതുസമൂഹം മനസ്സിലാക്കിക്കോണം. അങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും വേദപുസ്തകത്തിന് അടിസ്ഥാനമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സുവിശേഷവും ദൈവസഭയും പ്രാർത്ഥനയും എന്താണെന്ന് അറിയാത്ത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിനെയൊക്കെ അവഹേളിക്കുന്ന നിലയിലാക്കിയ കുറച്ച് ഇറങ്ങേറുകളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അത് ഞാൻ പിന്നെ പറയാം. ആദ്യം യാഥാർത്ഥ്യം എന്താണെന്ന് ജനം അറിയട്ടെ. അപ്പോൾ കുടുംബജീവിതത്തെ സ്ഥാപിക്കുന്നു. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവിടെ മനുഷ്യന് ലഭിച്ച പദവി ദൈവത്തിൻ്റെ മക്കളെന്ന പദവി. വേറെ ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു വിഷയങ്ങളുമില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിലും അടിയില്ല, കാരണം വേറെ ഇല്ല. എത്ര മനോഹരം, സുന്ദരമായിട്ട് പോകുന്ന 1-ാം ഘട്ടം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതിലെന്തെങ്കിലും ദോഷമുണ്ടോ നിങ്ങൾ പറ. ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ച് കേട്ടതിൽ ആർക്കെങ്കിലും ദോഷം വരുന്ന വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നാട്ടുകാർ വിചാരിച്ചിരിക്കുന്ന വേറെന്തൊക്കെയോ പഠിപ്പിക്കുന്നത് ഒന്നുമില്ല. ഇതാണ് ബൈബിളിൻ്റെ 1-ാം ഘട്ടം. ഇനി 2-ാം ഘട്ടം നോക്ക. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, മക്കളെന്ന പദവിക്ക് അർഹരായ മനുഷ്യൻ, അതേ മനുഷ്യനെ കുറിച്ച് 2ാമത് വായിച്ചു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകും. അപ്പോൾ ദൈവത്തിൻ്റെ പടച്ചവൻ്റെ സൃഷ്ടാവിൻ്റെ ഈശ്വരൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആത്മാവുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് മൃഗതുല്യനായി മാറുന്നത്? അവിടെയാണ് 2-ാം ഘട്ടം ചിന്തിക്കേണ്ടത്. ഇന്ന് 2026 മനുഷ്യൻ്റെ അവസ്ഥയാണത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഇരുകാലി മനുഷ്യന്മാർ മൃഗത്തേക്കാൾ അധപ്പതിച്ചവരായി മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിഷേധിക്കാനാകുമോ? ചോദിക്കട്ടെ. ആകാശത്തുകൂടെ ഒരു പരുന്ത് വട്ടമിട്ട് താഴ്ന്നു പറക്കുന്ന കണ്ടാൽ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്തു ചെയ്യും പറ? ചിറക് വിരിച്ച് കുഞ്ഞു മക്കളെ അതിൻ്റെ അകത്ത് ഒരു കുട പോലെ വിരിച്ച് സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സാരിൽ കാണാം? കോഴിയമ്മയിൽ കാണാം. പക്ഷെ മനുഷ്യരെ നോക്ക. കാമുകനോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിൻ്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ സാക്ഷര കേരളത്തിൽ. കോഴിയമ്മയല്ലേ നല്ലത്? അല്ലേ? മിണ്ടാപ്രാണിയായ കോഴി ഒരു മുട്ട ഇട്ടാൽ ഉടനെ അത് കൂകും. കൂക്കിവിളി കേൾക്കുമ്പോൾ അമ്മ മക്കളോട് പറയും, എടി കോഴിക്കൂട്ടി പോയി നോക്കടി, കോഴി മുട്ട ഇട്ടോന്ന്. കാരണം അതെന്ത് ചെയ്യുക? അത് കൂകുന്നെന്ന്. മിണ്ടാപ്രാണിയായ കോഴിയമ്മ മുട്ട ഇട്ടപ്പോൾ ഒരു സിഗ്നൽ കൊടുത്തു. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റിൽ മുട്ട ഇട്ടേച്ച് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പോൾ അമ്മ തൊട്ടിൽ വളരുന്നു. കോഴിയമ്മയല്ലേ നല്ലത്? അതാ പറഞ്ഞത്. മൃഗജാലങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ മനുഷ്യനെ നോക്ക്. ഓരോ ദിവസവും നിങ്ങളുടെയൊക്കെ സിറ്റ് ഔട്ടിൽ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന മനുഷ്യനെന്ന് പറയുന്ന സകല ഇരുകാലിയോടുമാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഓരോ ദിവസവും പറന്നു വീഴുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്ത തുറന്നു വെച്ചിട്ട് പറ. 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്ത് അറുത്തുമാറ്റിയ 20കാരൻ കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ ഉദരത്തിൽ മറ്റൊരു കുഞ്ഞിനെ ഉരുവാക്കിയ മകൻ കാസർഗോഡും തിരുവനന്തപുരത്തും. ഗൂഗിൾ തുറന്നിട്ട് സെർച്ച് ചെയ്ത് നോക്ക്, ഇങ്ങനെ പറഞ്ഞ ശരിയാണോ എന്ന്. 2 വാർത്തയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് കാസർഗോഡ്, ഒന്ന് തിരുവനന്തപുരത്തും. മൃഗങ്ങൾ ചെയ്യുമോ പറ? പണ്ട് കാലത്ത് സ്വന്തം പെമ്മക്കളെങ്കിലും വെറുതെ വിടുമായിരുന്നു ഈ ചെകുത്താൻ, ഈ മനുഷ്യൻ. ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായ ഇരുകാലി മനുഷ്യൻ്റെ കൺമുമ്പിൽ വിഹരിക്കുക. എന്തുകൊണ്ടാണ്?
അവിടെയാണ് പൊതുസമൂഹം ഉത്തരം കണ്ടെത്തേണ്ടത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ടെന്ന് പറഞ്ഞ മനുഷ്യൻ, ആത്മാവുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഈശ്വര ചൈതന്യത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, മക്കൾ എന്ന പദവിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ത് സംഭവിച്ചു? പൊതുസമൂഹം അറിയണം. അതാണ് ബൈബിളിന് പറയാനുള്ള സത്യം. എന്താ അത്? സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു ഇരുട്ടിനെ, ഒരു വില്ലനെ ഇന്ന് രാത്രി നെടുങ്കുഴി ദേശം തിരിച്ചറിയണം. ഏതാണ് ആ വില്ലൻ? പറയാം. ഏതാണ് ആ വില്ലൻ എന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാർ പല പേരുകളിൽ സംബോധന ചെയ്യുന്നൊരു വില്ലൻ. പിശാചെന്നും പിശാചെന്നും ഇബ്ലീസെന്നും ശൈത്താനെന്നും സാത്താനും എന്നിങ്ങനെ മനുഷ്യന്മാർ വിവിധ നാമങ്ങളിൽ സംബോധന ചെയ്യുന്ന ഒരു വില്ലൻ, അവനാണ് പിശാച് എന്ന് വേദപുസ്തകം പറയുന്ന, സാത്താൻ എന്ന് സംബോധന ചെയ്യപ്പെടുന്ന ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച്. ഇവൻ ആരാ? 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശി വിളിച്ചു കൂവുന്നു, ഈ 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ പിശാചുണ്ട് പോലും, ചുമ്മാ വട്ടന്മാർ പൊട്ടത്തരം പറയുന്നെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ വരട്ടെ വരട്ടെ വരട്ടെ. 10 മാസം വയറ്റി ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തെറുക്കാൻ 14കാരനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരൻ്റെ ആത്മാവാണെന്നോ? ബോധമുള്ളവൻ പറ. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ തെരുവിലിട്ട് പീഡിപ്പിക്കുന്നു. 3 ദിവസം 3 വയസ്സ് പ്രായമുള്ളതിനെ പീഡിപ്പിക്കുന്നു. 90 വയസ്സുള്ള മുത്തശ്ശിയെ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യിക്കുന്നത് ഏതെങ്കിലും ഈശ്വരൻ്റെ ആത്മാവാണെന്ന് അരിയാഹാരം കഴിക്കുന്നവൻ പറയുമോ? ഇത്ര നീചമായ കൃത്യം ഇരുകാലി മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രേരക ശക്തി, അതാ ഞങ്ങൾ പറയുന്ന പിശാച്. ചില ആളുകളുടെ വിചാരം ഈ ഉപദേശിമാർ പിശാചെന്ന് പറയുന്നത് പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിലൊരു മൊട്ടത്തലയും വരുമായിരുന്നു, കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇങ്ങനെ ഇളിച്ചോണ്ട് വരുന്നൊരു രൂപം. ചിലരുടെ ചിന്ത അങ്ങനെ. പിശാചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതാണ്ട് ഒരുത്തൻ കാട്ടാളനെ പോലെ മുഖം വിരിച്ച് വരുമെന്ന ചില ആളുകളുടെ ചിന്ത. അയ്യോ, തെറ്റിപ്പോയി. പിശാചിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല. ചില പദങ്ങളുണ്ട്. ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളാ. അർത്ഥാൽ ഇവനൊരു ആത്മാവാണെന്ന് തിരിച്ചറിയണം. ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. മനസ്സിലായോ? പിന്നെ വേറെ ചിലരുടെ ചിന്ത പിശാചെന്ന് പറഞ്ഞാൽ ഈ ചത്ത് കഴിഞ്ഞിട്ട് വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുവരെ വന്ന് എത്തി നോക്കുന്നതാണ് പിശാചെന്ന വേറെ ചിലരുടെ ചിന്ത. മരിച്ച ആരുടെ ആത്മാക്കൾ ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും വരികയല്ല. എൻ്റെ പൊന്നമ്മച്ചി, ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും ബ്ലൗസും. പിന്നെ ദൈവം തുണിക്കച്ചവടം നടത്തുക, വരുന്നവർക്കെല്ലാം വെള്ളയും കൊടുത്ത് ഇങ്ങോട്ട് വിടാൻ. ഇനി അതും പോട്ടെ, എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഈ ചത്തട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. അത് ആണുങ്ങളെ വിടാത്ത ഇവന്മാർ ചാകുന്നില്ലേ? എത്ര എണ്ണം ചാകുന്നു? ട്രെയിനടി വിടുന്നു, തൂങ്ങിച്ചാകുന്നു, ആക്സിഡൻറ്റ് ചാകുന്നു. ഒരെണ്ണത്തെ വിടുന്നില്ല. ചത്തട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. എന്നാ അങ്ങനെ? നിങ്ങൾ പ്രതിഷേധിക്കണം. ചിന്തിച്ച് നോക്കിയേ. ഇതെല്ലാം ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച് ഇടങ്ങേറാന്ന്. ഈ സീരിയലുകാരെന്തെല്ലാം ഇടങ്ങേറുണ്ടാക്കി. ഞാൻ ഞങ്ങളുടെ കൊല്ലം നാട്ടിലെ തീരദേശത്തൂടെ സുവിശേഷം പറയാൻ പോയപ്പോൾ തീരദേശത്ത് വള്ളപ്പണിക്ക് നിൽക്കുന്ന ഒരച്ചായൻ വള്ളത്തെ ചാരി നിൽക്കുക. അപ്പം നമ്മൾ അടുത്ത് ചെന്നപ്പം പുള്ളി ഉടുപ്പിട്ടിട്ടില്ല, ലുങ്കി ഉടുത്തിട്ടുണ്ട്, വായിൽ മുറുക്കാനോ എന്തോ ചവച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ അടുത്ത് ചെന്നിട്ട് തോളെ തട്ടി, എന്നാ ഉണ്ട് അച്ചായ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഉപദേശി. എന്നാ ഉണ്ട് വിശേഷം? സന്തോഷം. ഇന്ന് പണിക്കൊന്നും പോയില്ലേ? കടലിലോട്ട് ഇറങ്ങിയില്ലേ? ഓ, വലിയ കാര്യമൊന്നുമില്ല. മീനൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങോട്ട് കയറാൻ വലിയ താല്പര്യമില്ല. അപ്പം നിങ്ങൾ ഉപദേശിമാരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു, ശരിയാച്ചാ, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല പിന്നെ ആർക്ക്? നിങ്ങളല്ലേ കേരളത്തിൻ്റെ പട്ടാളം, നിങ്ങളല്ലേ സൈന്യം. കടപ്പുറംകാരല്ലേ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായാൽ ഓടി വരാനുള്ള സൈന്യം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കൂടുതൽ സഞ്ചരിച്ചതും ഇടപഴകിയതും ഒക്കെ നിങ്ങളുടെ കൂടെ അല്ലേ? അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. പ്രാർത്ഥിക്കാം. ശരി ഉപദേശി, സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണുക, ഉടുപ്പിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കാണുക ഈ മനുഷ്യൻ്റെ നെഞ്ചത്തുത് ഇത്രയും വലിയൊരു കുരിശ് ഇങ്ങനെ ഇട്ടേക്കുക, വലിയൊരു കുരിശ്. അപ്പം കൗതുകത്തിന് ചോദിച്ചു, ഇതെന്നാ അച്ഛാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. എന്നെ പുള്ളി പറഞ്ഞു കേൾക്കണോ, നിങ്ങൾ ഉപദേശിമാർക്ക് ഇതൊന്നും അറിയത്തില്ലേന്ന്. ഞാൻ ചോദിച്ചു, അതെന്നാ? ഉപദേശി കുരിശ് കണ്ട പിശാചടുക്കുകയല്ലെന്ന്. നമുക്കിത് പുതിയ അറിവാണ്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ
അത് ഞാൻ ഈ ബൈബിൾ മൊത്തം വായിച്ചിട്ടുണ്ടല്ലോ അച്ഛാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ബൈബിളിൽ അങ്ങനൊരു വാക്യമുള്ളത്. അതെവിടാ അച്ഛാ വാക്യം എന്നൊന്ന് പറയാൻ പറഞ്ഞു. ഉടനെ പുള്ളി പറയുക, ബൈബിളിലല്ല ഉപദേശി, സീരിയലിലാന്ന്. ഞാൻ ചോദിച്ചു, സീരിയല്ലോ അതെന്നാ ഇടപാട്? ഇപ്പോൾ പുള്ളി പറയുക, ഈ സീരിയലിനകത്ത് പിശാച് ഇങ്ങനെ വെള്ള സാരിയും ബ്ലൗസും ഒക്കെ ഉടുത്ത് പുകയൊക്കെ പുകച്ച് ശ്രുതിയില്ല താള സംഗതിയൊക്കെ ഇട്ട് പാട്ടും പാടി ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ കയ്യിലിരിക്കുന്ന കുരിശെടുത്ത് ഇങ്ങനെ കാണിക്കുന്നു, കുരിശിൽ നിന്നൊരു പ്രകാശം അങ്ങോട്ട് അടിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ ഈ അച്ചായൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, കുരിശ് കണ്ട പിശാച് ഉണ്ടോ ഇടങ്ങേറുണ്ടാക്കുന്നു നോക്ക്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ അങ്ങനാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം, അച്ചായനറിയാവോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാവോ? സെമിത്തേരി എന്ന് പറയും. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം? പറ, നിങ്ങൾ പറ. സെമിത്തേരി. ദൈവത്തിൻ്റെ പ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതായിരിക്കണം? പറ. സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പ്രകാശമുള്ളിടത്തല്ലേ കുർബാന കഴിക്കേണ്ടത്. പോയാലോ? ഉവ്വ 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞ് അതുവഴി ഇത്രയും കുരിശുണ്ടായിട്ട്. അപ്പോഴാ ചിലത് ഇത്തിപ്പോന്നേം കഴുത്തി ഇട്ടുകൊണ്ട് നടക്കണേ കണ്ടോ. ചിലരൊക്കെ മറച്ചു പിടിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. ചിലർ ചിന്തിക്കുക, ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിക്കണം. അതിനാ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആളുകളുടെ അറിവില്ലായ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് വലിയ അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ല, ഒരു അറിവില്ലായ്മ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പിശാചിനെ കുറിച്ച് പൊതുസമൂഹം ഗൗരവമായി മനസ്സിലാക്കണം. രക്തബന്ധങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ, മാതാപിതാക്കളുടെ കഴുത്തെറുക്കുവാൻ, കുഞ്ഞുമക്കളെ കൊന്നുകളയുവാൻ, സഹോദര ബന്ധങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുവാൻ, ഇവിടെ 1000 രൂപയും 10 രൂപയും മേടിച്ചു കൊടുത്താൽ ആരുടെ കഴുത്തെറുക്കാനും കയ്യും കാലും വെട്ടി അരിഞ്ഞു മാറ്റാനും മടിയില്ലാത്ത കൊച്ചു കൊട്ടേഷൻ സംഘങ്ങൾ ഇവിടെ വളർന്നു വരുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലനാരെന്നറിയണം. അതാണ് പിശാച് എന്ന് പറയുന്ന ഇരുട്ടിൻ്റെ ആത്മാവ്. ഇനി ഇതിനെ കളിയാക്കുന്ന, ഇതൊക്കെ ചുമ്മാതാന്ന് പറയുന്ന ആളുകൾ ഈ ശബ്ദപരിധിയിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇവിടെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല? ഇരട്ട ചങ്കുള്ള നേതാവ് 10 വർഷം ഭരിച്ചിട്ടും ഇവിടെ കുറ്റകൃത്യം കുറഞ്ഞോ കൂടിയോ? പറ. ഇനി 5 കൊല്ലം വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ ഭരിച്ചെന്നിരിക്കട്ടെ, ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ ഇല്ലാണ്ടാവുമോ? പറ. ഇവിടെ ഏതൊക്കെ ഭരണകൂടങ്ങൾ മാറി മാറി ഭരിച്ചാലും ഇവിടുത്തെ തിന്മ അവസാനിപ്പിക്കുവാൻ, കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ കഴിയാത്തതിൻ്റെ ഒരൊറ്റ കാരണം ഈ പിശാചിനെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടുത്തെ ഭരണഘടനയ്ക്ക് ഇല്ലെന്ന്. ഇത് മനസ്സിലാക്കണം പൊതുസമൂഹം. ഇതിൻ്റെ ഇടയ്ക്കൂടെ ചില ആളുകൾ പറയും, നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ പള്ളിക്കകത്തങ്ങ് പറഞ്ഞാൽ പോരെ, ഇതൊക്കെ എന്തിനാ നാട്ടുകാരോട് പറയുന്നതെന്ന്. മണ്ടച്ചാരെ, പള്ളിക്കാർ മാത്രമാണോ ഇവിടുത്തെ ജയിലിൽ കിടക്കുന്നത്? ആണോ? തോമസ് കുട്ടിയും ജോസഫ് കുട്ടിയും മാത്രമാണോ ഇവിടുത്തെ ജയിലിൽ കിടക്കുന്നത്? എടാ, ഇവിടുത്തെ ജയിലിൻ്റെ അകത്ത് നാരായണൻകുട്ടിയും മുഹമ്മദ് കുട്ടിയും തോമസ് കുട്ടിയും പ്രതിയാടാവേ. കാരണം അവൻ്റെ പേര് തോമസ് കുട്ടിയെന്നും നാരായണനെന്നും മുഹമ്മദ് കുട്ടിയെന്നല്ല, അവന് പൊതുവായി ഒറ്റ പേരേ ഉള്ളൂ, മനുഷ്യൻ. മനുഷ്യൻ്റെ അകത്ത് പാപം പ്രവേശിച്ചെന്ന്. ഈ ഇരുട്ടിൻ്റെ ആത്മാവെന്ന് പറയുന്നവന് ഈ സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ചും കൊണ്ട് വേറൊരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടെ പോകുന്ന ആ സ്വർഗീയ അനുഭവത്തിൽ നിന്ന് ഈ മനുഷ്യനെ തെറ്റിച്ചു കളയുവാൻ ഇവൻ രംഗപ്രവേശനം ചെയ്തു. ഈ വില്ലൻ ഇവനാണ് ഇരുട്ടിൻ്റെ ആത്മാവ്, പിശാച്. അവൻ എന്താ രംഗപ്രവേശനം ചെയ്തതിൻ്റെ പിന്നിൽ? പെന്തിക്കോസുകാരോടും കൂടെ കേൾക്കാൻ പറയുക. ഈ പിശാച് രംഗപ്രവേശനം ചെയ്തു എന്തിനാ? അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ പാസ്റ്ററേ അത്? എന്താ പറയട്ടെ? സഹോദര, നീ ഒരു വീട് വെക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ, നീ വീട് വെക്കുന്നതിന് പിശാചിന് എന്നാടാവേ? ഒരു കാറ് മേടിക്കത്തില്ലെന്ന് വാദിച്ചു, നീ കാറ് മേടിക്കുന്നതിന് പിശാചിന് എന്നാടാ തടസ്സം? ഹലോ, അനക്കുമൊക്കെ പോയി. അയ്യോ, പറ്റിക്കപ്പെടല്ലേ. നീ കാറ് മേടിക്കുന്നതിനും നീ വീട് വെക്കുന്നതിനും നിന്റെ കൊച്ചു ഗൾഫിൽ പോകുന്നതിനും ഒക്കെ പിശാച് എന്തിനാ തടസ്സം നിൽക്കുന്നത്? യോടാ ഉണ്ടെന്നില്ല. ചില തടസ്സം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് ചോദിക്കുക, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നിരീശ്വരവാദികളില്ലേ? പറയാച്ചാ, ഉണ്ടോ? നിരീശ്വരവാദികളുടെ തിയോളജി എന്തുവാ? ദൈവവും ഇല്ല, ഒരു കുന്തവും ആന്നല്ലോ.
നിങ്ങൾ തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കണം ഞാൻ പറയുന്ന കാര്യം. ദൈവമില്ല എന്ന് പബ്ലിക്കായി പ്രസംഗിച്ചും വിശ്വസിച്ചും നടക്കുന്ന നിരീശ്വരവാദികൾ ഈ പട്ടണത്തിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. അവരൊക്കെ ഇവിടെ ഫുട്പാത്തിലിരുന്ന് തോർത്ത് വിരിച്ച് ഭിക്ഷ എടുക്കുവാന്നോ? ആന്നോ? അല്ലല്ലോ. അവർ ജീവിക്കുന്ന നല്ല വീട്ടിലല്ലേ? അവർ ജീവിക്കുന്ന നല്ല ഫ്ലാറ്റിലല്ലേ? അവരോടിക്കുന്ന കാറ് BMW, ഓഡി, ബെൻസ്, ജാഗ്വാർ. ദൈവമില്ല, ഒരു കുന്തവും ഇല്ലെന്ന് പറയുന്നവൻ BMW, ഓടി ഓടിച്ച് നമ്മുടെ മുമ്പിൽ കൂടെ ചിരിച്ചും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നവൻ ഒരു പാട്ട മാരുതിക്കാറും വെച്ച് പറപ്പിക്കുക, കൃപയാൽ ഒരു മാരുതിക്കാർ. നിങ്ങൾ പറ, വല്ല കഥയുണ്ടോ? ഇത് മനസ്സിലാക്കണം. ഇത് ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, ഈ സുവിശേഷം എന്താണെന്നും ദൈവസഭ എന്താണെന്നും പ്രാർത്ഥിക്കാൻ വരുന്ന എന്തിനാണെന്നും ആരാധനയ്ക്ക് പോകുന്നത് എന്തിനാണെന്നും ഒക്കെ ഈ പൊതുസമൂഹം ഇത്രയും വികൃതമായും വികലമായും കണ്ട് പുച്ഛിക്കാനുള്ള കാരണം നമ്മുടെ അകത്ത് കുറച്ച് കീടങ്ങൾ ഇറങ്ങിയിട്ട് ഈ ദൈവവചനത്തെ കച്ചവടമാക്കി ഇത് നാട്ടുകാരെ പറ്റിക്കാനും തട്ടിക്കാനും രോഗശാന്തിയും പ്രവചനവും എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം അടിച്ചെടുക്കുന്ന കുറേ കൊള്ളക്കാരന്മാർ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചതാണ് ഇന്ന് സത്യമെന്തെന്നറിയാതെ പൊതുജനം സുവിശേഷത്തെ വെറുക്കാൻ കാരണം. ഇനി ഞാൻ ഈ പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് പിൻവലിച്ചിരിക്കുന്നു. പകരം ബൈബിളിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആവശ്യപ്പെടുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 1 മുതലൊന്ന് വായിച്ചാട്ടെ. 2 പത്രോസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ചുമ്മാ ഒന്ന് നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. വായിച്ചാട്ടെ. കേട്ടോ? എല്ലാവരും കേട്ടോ? കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അടുത്തത് ഉണ്ടോ? പറ, നിങ്ങൾ പറ. ഉണ്ടോ? ദുരുപദേഷ്ടാക്കന്മാരുണ്ടോ ഈ കാലത്ത്? ഇഷ്ടം പോലല്ലേ. പ്രത്യേകിച്ച് അതിൻ്റെ കൂടാ തിരുവനന്തപുരം. മനസ്സിലായോ? ദുരുപദേഷ്ടാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് ഒരു അവയർനെസ് ഇറക്കാറുണ്ട്. എന്താ? നമ്മുടെ നാട്ടിൽ വ്യാപകമായി കള്ളനോട്ടുകൾ ഇറങ്ങുന്നുണ്ട്. മനുഷ്യൻ ജാഗ്രതയായിട്ടിരിക്കണമെന്ന് പറയാൻ കാരണം നല്ല നോട്ട് ഇല്ലാത്തതുകൊണ്ടാണോ? ഹലോ, നിങ്ങൾ ആരെങ്കിലും 300 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? 300 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? എന്താ കാണാത്ത? 300 രൂപയുടെ ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പം നല്ല പ്രവാചകന്മാരും നല്ല പ്രവചനവും വേദപുസ്തകത്തിൽ ഉള്ളത് കൊണ്ടാണ് കള്ളപ്രവാചകന്മാർ ഇതിൻ്റെ പേരിൽ ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം നല്ല പ്രവചനം ഏതാ, കള്ളപ്രവചനം ഏതാന്നല്ലേ ഇപ്പം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്? ഒറ്റ വാക്കിൽ പറയാം. കാരണം ഇത് സഭായോഗം അല്ലാത്തത് കൊണ്ടും പൊതുസമൂഹം കേൾക്കുന്നുണ്ടും ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു വിടുക. ഈ ലോകത്തോട് അടുപ്പിക്കുന്നതെല്ലാം കള്ളപ്രവചനവും ദൈവത്തോട് അടുപ്പിക്കുന്നതെല്ലാം ദൈവിക പ്രവചനവും. നിങ്ങൾക്ക് ഈ ലോകത്തിൽ അത് കിട്ടും, ഇത് കിട്ടില്ല, അത് കിട്ടും, ചപ്പ് കിട്ടും, ചവറ് കിട്ടും, അവിടെ പോകും, ഇവിടെ പോകില്ല, അത് കിട്ടും, ഇതെല്ലാം കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിൽ പെടുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദുർനടപ്പും നിങ്ങളുടെ കുരുത്തക്കേടും നിങ്ങളുടെ വിട്ടുകളയേണ്ട ദുർസ്വഭാവങ്ങളെല്ലാം വിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കാനുള്ള അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞേ, നിങ്ങളുടെ ഇടയിലും എന്തുണ്ടാകും? ദുരുപദേഷ്ടക്കന്മാരുണ്ടാകും. അടുത്തത്, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അത് പലരും അനുകരിക്കും. ഹലോ, പലരും എന്ത് ചെയ്യും? അനുകരിക്കും. ഈ കേരളത്തിൽ ആദ്യം എങ്ങാണ്ട് പുനലൂരുള്ള ഒരുത്തനാണ് ഈ ബി ബാബു എന്നും പറഞ്ഞ് പണി തുടങ്ങിയത്. അതനുകരിച്ച് അടുത്തൊരുത്തൻ അടൂരിറങ്ങി, അതനുകരിച്ച് അടുത്തൊരുത്തൻ കൊട്ടാരക്കര ഇറങ്ങി. ഇങ്ങനെ അനുകരിച്ച് സി സിന്ധു, ബി ബിന്ദു. മനസ്സിലായോ? എന്നെ അനക്കമൊക്കെ പോയല്ലോ. ഇതൊക്കെ പൊതുസമൂഹം. ഞാൻ എന്തിനാ ഇത് ഈ പൊതുവിൽ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഈ കേൾക്കുന്ന പൊതുസമൂഹം മുഴുവൻ വിചാരിക്കുന്ന ഒരു ധാരണ ഇതെല്ലാം പെന്തിക്കോസാന്നാ. മനസ്സിലാകുന്നുണ്ടോ? അല്ലാന്ന് ഈ ജനം മനസ്സിലാക്കണം. സത്യവചനത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു സഭയുണ്ട് ഇവിടെ. സത്യോപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അവർക്ക് ഇത്തരം ക്ഷുദ്രജീവികളുമായിട്ടൊരു ബന്ധവും ഇല്ലാന്ന് പൊതുസമൂഹം അറിയണം. ഇന്ന് മൊബൈൽ തുറന്നാൽ ഇമാതിരിയുള്ള ഇടങ്ങേറുകൾ കൊണ്ടാണ് ആളുകൾ സുവിശേഷത്തെ വെറുക്കുന്നതെന്ന് മനസ്സിലാക്കണം.
മനസ്സിലായോ? അവരെ അനുകരിക്കും. ഒരുത്തൻ അടൂരിരുന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങിയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മാങ്ങില്ലേ, മാവുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു തേങ്ങയില്ലേ, തേങ്ങയുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു ചക്കയില്ലേ, ചക്കയുണ്ട്. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന്. അതുമാത്രം ആത്മാവിന് അറിയത്തില്ല. ഉണ്ടോ? ചക്ക അറിയാം, മാങ്ങ അറിയാം, തേങ്ങ അറിയാം, വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. ഇതൊന്നും ബോധമില്ലാത്ത പെണ്ണുങ്ങൾ അവിടെ അടിച്ചടിച്ച് കൊടുക്കുന്ന കാണാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് വചനം പഠിക്കുന്നില്ലെന്നേ. ഇത് അനുകരിച്ചോണ്ട് ഒരുത്തൻ വേണ്ട ചെങ്ങന്നൂർ അടുത്ത കച്ചവടം തുടങ്ങി. അവനും ഇപ്പോൾ വിളിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോകുമ്പോൾ ഒരു റബ്ബർ ഉണ്ടല്ലോ, കണ്ടോ, ഇതാ ഇവിടെ എഴുതി വെച്ചേക്കുന്നേ. ഈ കച്ചവടം പലരും എന്ത് ചെയ്യും? അനുകരിക്കും. എഴുതി വെച്ച്, ഞാൻ ബൈബിളാ പറയുന്നത്. അനുകരിക്കും. അടുത്തത്, മതി ദൈവദാസനെ, അവർ നിമിത്തം സത്യമായിട്ട് പോകുന്ന ദൈവസഭ കൂടെ ദേശത്ത് എന്ത് ചെയ്യും? ദുഷിക്കപ്പെടും. ഇതെല്ലാവരും കാതു തുറന്ന് കേട്ടോണം. ഈ കളമാര് കാരണം സഭ ദുഷിക്കപ്പെടുക എന്ന്. ഓ, ചേച്ചിയുടെ കഷണ്ടിയിൽ യേശു മുടി കിളിർപ്പിക്കുന്നു. ഓ, ആ ചേട്ടൻ്റെ പല്ലിൻ്റെ പോട്, ഓ, ഇപ്പോൾ യേശു അടയ്ക്കുകയാണ്. യേശുവിനിപ്പോൾ ഇതാ പണി. നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, കൊട്ടൻ ചുക്കാതി. നോക്കണം, കർത്താവിൻ്റെ നാമത്തെ വികലമാക്കി അവതരിപ്പിക്കുന്ന ഈ കീടങ്ങൾ, ഈ താരവും താങ്കും, ഇവനെയെല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കളിയല്ലെന്ന്. സത്യസഭ ദേശത്ത് ദുഷിക്കപ്പെടുക എന്ന്. കൊച്ചു പിള്ളേർ മൊബൈൽ തുറന്നാൽ പോലും കണ്ട. കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറയുന്നു, ഞാൻ എൻ്റെ കാറ് മാറാൻ പോവുകയാണ്, 18 ലക്ഷം രൂപയും കൂടെ ഇനി വേണം, അത് നിങ്ങൾ തരണമെന്ന്. അപ്പം നിങ്ങളുടെ ചൊറിയും നിങ്ങളുടെ ചരങ്ങും നിങ്ങളുടെ പിന്നെ മുഴയും എല്ലാം ഞാൻ മാറ്റും, പക്ഷേ എനിക്ക് കാറ് മേടിക്കാനുള്ള അത്ഭുതം നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടുന്ന അത്ഭുതമൊക്കെ ഞാൻ ചെയ്യും. ഓ, അബദ്ധത്തിലെങ്ങാണ് എന്നെ വിളിക്കുകയാണെങ്കിൽ ഇനി മേലെ വിളിക്കരുതെന്ന് നിങ്ങൾ ബിജു പാസ്റ്ററോട് പറയണം. ഞാൻ എന്തിനാ ഇത് പറയുന്നറിയാമോ? അന്ത്യകാലമായത്. ജനം വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ, കർത്താവിൻ്റെ വരവിലൊരു ശേഷിപ്പ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ, ആരും തെറ്റിപ്പോകാതിരിക്കാൻ തിരുവചനം എഴുതി വെച്ചോ നിങ്ങൾ അറിയണം. ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് തിരിച്ചു വരാം. പിശാച് എന്ന് പറയുന്നവൻ ഏദൻ തോട്ടത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തത് മനുഷ്യൻ്റെ ഭൗതികമായ ഏതെങ്കിലും ഒരു നന്മയെ മുടക്കാനല്ല പ്രിയപ്പെട്ടവരെ. പിന്നെന്താ? അവൻ എല്ലാ കാലത്തും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ജീവിക്കരുത്. ദൈവത്തിനു വേണ്ടി ജീവിക്കരുത്. നീ ദൈവത്തിന് കൊള്ളാവുന്നവനായി നടക്കരുത്. നീ ലോകത്തിലെ മ്ലേച്ഛതകൾ അനുസരിച്ച് ജീവിക്കണം. നീ തല്ലും കൊല്ലും കള്ളും കുടിച്ചും ജീവിക്കണം. നീ ഏതെങ്കിലും ഒരു പിച്ചാത്തിപ്പിടിയിൽ റോഡിൽ കിടന്ന് അവസാനിക്കണം. ഇതൊക്കെയാണ് ഇരുട്ടിൻ്റെ ശക്തി ആഗ്രഹിക്കുന്നത്. നീ ഈ ലോകത്തിലെ സമ്പത്ത് നേടുന്നതിനൊന്നും പിശാചിന് എതിരല്ലെന്ന്. ഇവിടെ കഞ്ചാവ് കച്ചവടം നടത്തി MDMA വിറ്റ് നടക്കുന്നവൻ 6 മാസം കൊണ്ട് ഇവിടെ കോടിപതിയാകുന്നു. ഇങ്ങനെയാണ് പിശാച് അവനെ തടസ്സം ചെയ്യണ്ടേ? അവനൊരു എതിർപ്പുമില്ല. അവൻ എതിർക്കുന്ന മേഖല ഒന്നേ ഉള്ളൂ. നീ പ്രാർത്ഥിക്കാൻ പോകരുത്, നീ ദൈവത്തെ ആരാധിക്കാൻ പോകരുത്. നീ കള്ളു കുടിച്ച് തുണിയില്ലാതെ ഓടക്കിടന്നാൽ എതിർക്കാത്തവൻ, നീ നല്ല വസ്ത്രം ധരിച്ച് കവലയിൽ പരസ്യയോഗം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നിന്നെ തല്ലാൻ വരുന്നതിൻ്റെ കാരണം ഇവൻ്റെയൊക്കെ അകത്തിരിക്കുന്ന പിശാചിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കരുത്. നീ കള്ളു കുടിച്ച് നടന്നോ, ഇവിടെ ആർക്കും പരാതിയില്ലെന്ന്. കവലയിൽ പരസ്യയോഗം നടത്തുമ്പോൾ എതിർക്കും. പക്ഷേ ജംഗ്ഷനിൽ വെച്ചൊരു ചുംബന സമരം നടത്താമെന്ന് പറഞ്ഞ് പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളും വരും സെൽഫി എടുക്കാൻ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ തിന്മ പ്രവർത്തിക്കാൻ അനുവാദമുണ്ടെന്ന്. ഇവിടെ തിന്മയിലേക്ക് നടക്കുന്നവന് പ്രോത്സാഹനമുണ്ട്. ഇന്നലെ വരെ കള്ളും കുടിച്ച് കൂട്ടുകാരുടെ കൂടെ കൂത്തുകളിച്ച് നടന്ന ഒരുത്തൻ പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥനയ്ക്ക് പോയി കള്ളുകൂടി നിർത്തിയെന്നിരിക്കട്ടെ. ഈ പറയപ്പെട്ട കൂട്ടുകാർ പിറ്റേന്ന് അവനെ കാണുമ്പം അല്ലേലുയാക്കാരൻ വരുന്നുണ്ട്, അല്ലേലുയ അല്ലേലുയ, സ്വോത്രം സൂത്രം. മനസ്സിലായോ? ഇവിടെ നന്നായി ജീവിക്കാനാണ് സമ്മതിക്കാത്തത്. ഇവിടുത്തെ തലമുറകൾ നശിച്ചു പോകുമ്പോൾ, കള്ളു കുടിച്ചും കഞ്ചാവ് അടിച്ചും MDMA അടിച്ചുമൊക്കെ തകർന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കാൻ വരത്തില്ല, നിന്റെ മക്കൾ എങ്ങനെ ഉണ്ടല്ലേ, വീട്ടിൽ നിന്ന് കഞ്ഞി വെച്ചോടി അരി വെച്ചോടി എന്ന് ചോദിക്കാൻ വരാത്ത അണ്ണന്മാർ ചോദിക്കാൻ വരുന്ന എപ്പോഴെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ പോയോടാ. വല്ലതും തലേ കയറുന്നുണ്ടോ? ഇവിടെ തിന്മയിലേക്ക് പോകുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഈ ഇരുട്ടിൻ്റെ ആത്മാവിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിയരുത്, നീ ദൈവത്തിന് കൊള്ളാവുന്നവനായി സഞ്ചരിക്കരുത്. അവിടെ തുടങ്ങും പ്രശ്നം.
നീ എത്ര കാലം വേണമെങ്കിലും കള്ളടിച്ച് നടന്നോ, പ്രശ്നമില്ല. നീ എത്ര നാളും വേണമെങ്കിലും തോന്നിയ വഴിക്ക് ജീവിച്ചോ, പ്രശ്നമില്ല. പക്ഷെ നീ നന്നാകരുത്. നാശിക്കുന്ന പിന്നിലെ ഈ വ്യാപാര ശക്തിയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. ഇനി നിങ്ങൾക്ക് വചനത്തിൻ്റെ തെളിവ് വേണോ? 1-2 ഭാഗം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിച്ച ആളാ ഈ പിശാചെന്ന് പറയുന്നവൻ. 3 കാര്യം ആവശ്യപ്പെട്ടു യേശുക്രിസ്തുവിനോട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സൺഡേ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക. 2, നീ ദൈവപുത്രനാണെങ്കിൽ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാട്, ദൂതന്മാർ കയ്യെ പിടിച്ചോളൂ, ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. 3, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ ലോകവും ഇതിലെ നന്മയൊക്കെ ഞാൻ അങ്ങോട്ട് തരാമെന്ന്. പുള്ളിക്ക് വല്ല തടസ്സമുണ്ടോ? കേട്ടെ, ഇനി യേശുവിനോട് പിശാച് ആവശ്യപ്പെട്ട ഈ 3 കാര്യങ്ങൾ അത്ഭുതമാണോ എന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അത്ഭുതമാണോ അല്ലയോ? മുണ്ടുന്നില്ല. നിങ്ങളുടെ ഉപദേശി ബിജു പാസ്റ്ററെ ഇവിടുന്ന് 5-6 കല്ല് വാരി മേശപ്പുറത്തോട്ട് ഇട്ടേച്ച് പറയുക, യേശുവിൻ്റെ നാമത്തിൽ അപ്പമായി തീരട്ടെ. ഉടനെ ആ കല്ല് ആവി പറക്കുന്ന അപ്പമായി മാറുക. അത്ഭുതമാണോ അല്ലയോ? പറ. അതല്ലേ ഞാൻ ചോദിച്ചത്. ആവി പറക്കുന്ന അത്ഭുതം. ഓ, വാട്ട് എ വണ്ടർഫുൾ മിറക്കിൾ. പിന്നെ ഈ പുള്ളി എവിടെ കാണാൻ കിട്ടുമോ? ഇല്ല. അത്ര വലിയ മിറക്കിളാണ് കല്ല് അപ്പമാകുക എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആരാ? സാമ്പാഷേ, പിശാച്. മനസ്സിലാകുന്നുണ്ടോ? ഈ അത്ഭുതം ചെയ്യാൻ ആവശ്യപ്പെട്ട ആരാ? ഓ, ഡു ഇറ്റ്, മിറക്കിൾ ചെയ്യാൻ പറ. അവന് ഒരു വിണക്കവും ഇല്ല നിൻ്റെ മിറക്കിള്. ഓ, കുഞ്ഞമ്മയുടെ നടുവേദന മാറി. ഓ, അവനൊരു വിണക്കവും ഇല്ല. നിങ്ങളുടെ ബിജു പാഷ ഇവിടെ 10 നില ഹീര പ്ലാസയുടെ മോളിൽ കയറിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാനിതാ ചാടുന്നെന്നും പറഞ്ഞ് താഴെ വന്നു, ഒന്നും പറ്റിയില്ല. അത്ഭുതമാണോ അല്ലയോ? ചെയ്യാൻ ആവശ്യപ്പെട്ടതാരാ? പിശാച്. പുള്ളിക്ക് വണക്കമുണ്ടോ? നമ്മളിതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. അവൻ ഒറ്റ കാര്യത്തിലേ പിണക്കമുള്ളൂ, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കരുത്. മനസ്സിലായോ? ഈ ഇരുട്ടിൻ്റെ ആത്മാവ് ഏദൻ തോട്ടത്തിലേക്ക് നുഴഞ്ഞു കയറിയതിൻ്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പൊതുസമൂഹം തിരിച്ചറിയണം. സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്ത ഇരുട്ടിൻ്റെ ആത്മാവ് വളരെ ബുദ്ധിപൂർവം, വളരെ ഉപായത്തോടെ, വളരെ തന്ത്രത്തോടെ അവരെ തെറ്റിച്ച് കളയുവാൻ പ്രയോഗിച്ചൊരു ഉപായം എന്തെന്നറിയാമോ? സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിപ്പിക്കുക. അവനതിൽ വിജയിച്ചു. മനുഷ്യൻ സൃഷ്ടാവിൻ്റെ വാക്കിനേക്കാൾ ഇരുട്ടിൻ്റെ ആത്മാവിന് ചെവി കൊടുത്തു. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്തു. വേദപുസ്തകം പറയുന്നു, പൊതുസമൂഹം കേട്ടോ, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപത്തിലായി. ഇവിടെ മനുഷ്യന് സംഭവിച്ച നഷ്ടം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? വായിച്ചു കൊടുത്തേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം നിർത്താം. വായിച്ചാട്ടെ. മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. തെറ്റെന്ത് ശരിയെന്ത് എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നു. അടുത്തത്, ഇപ്പോൾ അവൻ കൈനീട്ടി. കേട്ടെ, ഇപ്പോൾ ഈ മനുഷ്യൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചിട്ട് അവനെ എടുത്തിരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടതിന് കേട്ടോ എടുത്തിരുന്ന നിലത്ത് അധ്വാനിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ദൈവം പോറ്റി പുലർത്തിക്കൊണ്ടുവന്ന മനുഷ്യനാ. അവനോട് ഇനി നീ അധ്വാനിച്ച് ജീവിക്കുക, നിന്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കിയതിൻ്റെ കാരണം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇവൻ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ ഇനി പറിച്ചു തിന്നാൽ ഇവൻ എന്നേക്കും ജീവിക്കും, പിന്നെ മരണമില്ല. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ വേണ ചിന്ത വരും, അയ്യോ ദൈവം അത്രയും അസൂയയാണോ, അവനത് തിന്നെന്നും വിചാരിച്ചപ്പോൾ എന്താ കുഴപ്പമെന്ന്. അസൂയ ഉള്ളത് കൊണ്ടല്ല, പിന്നെന്താ, ഇവൻ്റെ അകത്ത് എന്ത് കയറി? പാപം കയറി. ഈ പാപം പ്രവേശിച്ചവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നാൽ ഇനി ഇവൻ ആ അവസാന കാലത്തോളം എങ്ങനെ ജീവിക്കും? പാപിയായി തന്നെ ജീവിക്കും, മരണമില്ല. അതുകൊണ്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഇവന് കൊടുക്കണം. എപ്പോഴാണെന്നറിയാവോ? ഈ അകത്ത് കയറിയ പാപത്തിൽ നിന്ന്
മോചനം പ്രാപിച്ചിട്ട് ഇവൻ തിരിച്ചു വരുമ്പോൾ ഇതേ ജീവവൃക്ഷത്തിൻ്റെ ഫലം അവന് തിന്മാൻ കൊടുക്കുമെന്നാണ് മൂന്നാമത് വായിച്ച വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2:7 ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പം ജീവവൃക്ഷം എവിടാ നിൽക്കുന്നത്? ദൈവത്തിൻ്റെ പറുദീസയിൽ. ആ പറുദീസയിലായിരുന്നു ആര്? മനുഷ്യൻ. അവനെ അവിടുന്ന് എടുത്തിരുന്ന നിലത്തിലേക്ക് പുറത്താക്കി. ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ പാപം അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? എന്തുവാ? ആ പുത്രത്വം, ദൈവത്തോടൊപ്പം വസിക്കാനുള്ള ആ പദവി, അത് നഷ്ടപ്പെട്ടു, പുറത്താക്കി. ഇന്ന് രാത്രി സിമ്പിളായിട്ട് ഈ ദേശത്തോട് വിളിച്ചു പറയാം, അന്ന് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ പുത്രത്വം എനിക്കും നിങ്ങൾക്കും തിരിച്ചു തരുവാൻ വേണ്ടി സ്വർഗമൊരുക്കിയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. ആ പുത്രത്വം നമ്മൾക്ക് തിരിച്ചു കിട്ടിയിട്ട് വേണം നമ്മൾ ഇനി ആ പറുദീസയിലേക്ക് ചെല്ലാൻ. ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയട്ടെ, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിച്ചിട്ട് ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ ചെന്ന് ജീവിക്കുവാൻ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ 70-80 വയസ്സ് വരെയുള്ള ഭൂമിയിലെ ജീവിതം. തലേ കയറിയോ? 20 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട് ആ പുത്രത്വം. 30 വയസ്സിൽ തിരിച്ചു പിടിച്ചവർ ഇതിൻ്റെ അകത്ത് തിരിപ്പുണ്ട്. 40 വയസ്സിൽ തിരിച്ചു പിടിച്ചവർ ഇതിൻ്റെ തിരിപ്പുണ്ട്. 50 വയസ്സിൽ തിരിച്ചു പിടിച്ചവർ ഇതിൻ്റെ അകത്ത് തിരിപ്പുണ്ട്. 80 ആയിട്ടും തിരിച്ചു പിടിക്കാത്തവർ ഇതിൻ്റെ അകത്ത് തിരിപ്പുണ്ട്. അയ്യോ പാസ്റ്റർ, എന്താ വഴിയെന്ന് ചോദിച്ചാൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്തിന് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, നീ സിയാദാണെങ്കിലും ഷമീർ ആണെങ്കിലും നാരായണനാണെങ്കിലും മുഹമ്മദ് കുട്ടിയാണെങ്കിലും തോമസ് കുട്ടിയാണെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരികെ പിടിക്കണമെങ്കിൽ നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചേ മതിയാകൂ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ പുത്രത്വം തിരികെ ലഭിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇതാണ് വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനം. എന്തിനാണോ നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോയെന്ന് ചോദിച്ചാൽ ഉത്തരം, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരികെ പിടിച്ചിട്ട് ആ ദൈവത്തിൻ്റെ ഒപ്പം ജീവിക്കുവാൻ ആ പറുദീസയിലേക്ക് എനിക്ക് തിരികെ പോകണം. അതിനുവേണ്ടി ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട 70-80 വയസ്സ് ജീവിതത്തിനിടയിൽ എനിക്ക് ആ പുത്രത്വം തിരികെ പ്രാപിക്കണം. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും ഭൂമിയിലെ ജീവിതത്തിൻ്റെ പിന്നിലുള്ള ജന്മ ഉദ്ദേശം. ഇത് മനുഷ്യൻ തിരിച്ചറിയണം. അല്ലാതെ ഇവിടെ കിടന്നൊരു 70-80 വയസ്സ് വരെ പുളച്ച് മതിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടി അക്കൗണ്ട് ബാലൻസ് കൂട്ടി ഈ തിരുവനന്തപുരം പട്ടണം വിളപ്പിശാല പഞ്ചായത്ത് മുഴുവൻ നിൻ്റെ സ്വന്തം പേരിലേക്ക് എഴുതി മേടിച്ച് രാത്രി കിടന്നുറങ്ങി രാവിലെ ചത്തുപോയി. എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? ഒരു മൊട്ടുസൂചി പോലും ഇവിടുന്ന് മേപ്പോട്ട് ഒരുത്തനും കൊണ്ടുപോയിട്ടില്ലെന്ന് ആ മലയാളി തിരിച്ചറിയണം. ഉണ്ടോ? അധ്വാനിച്ച് നേടി അധ്വാനിച്ച് എന്തെങ്കിലും പെട്ടിക്കകത്ത് ഇട്ടിരിക്കുന്ന സ്വന്തം തുണി പോലും കൊടുത്തു വിടുകയില്ല. നഗ്നനായി വന്നു നഗ്നനായി തിരിച്ചു പോകണം. അപ്പോൾ പിന്നെ എന്തിനായി 70-80 വയസ്സ് വരെ ഈ ഭൂമിയിൽ സൃഷ്ടാവായ ദൈവം എനിക്കും നിനക്കും ആയുസ് അനുവദിച്ചു തന്നെന്ന് ചോദിച്ചാൽ, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരികെ പ്രാപിക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന അവസരമാണ് സഹോദരരെ ഈ ഭൂമിയിലെ ജീവിതം. ഇതാണ് മനുഷ്യൻ തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യം. അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ്റെ അകത്ത് പാപം പ്രവേശിച്ചു. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് മനുഷ്യൻ പാപിയാണ്. ഒരു വാക്കൂടെ പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം തുടരുമെന്നിടാൻ പോവുകയാണ്. നാളെ 7:30 മൈക്ക് തരണം. നാളെ പ്രസംഗം തുടരും. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ മോക്ഷം ലഭിക്കാൻ സാധിക്കുമെന്നുള്ളത്, എങ്ങനെ ആ പറുദീസയിൽ ചെല്ലാൻ എത്തുമെന്നുള്ളത്, എങ്ങനെ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ സാധിക്കുമെന്നുള്ളത് നാളെ ഞാൻ തുടർന്ന് പ്രസംഗിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു വാക്ക് പറഞ്ഞ് ഒന്നിച്ച് ആരാധിക്കാം. നോക്കൂ, മനുഷ്യൻ പാപിയാണ് എന്ന് വേദപുസ്തകം പ്രഖ്യാപിച്ചു. 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ ഒരു ഷമീർ കൊല്ലം നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, മനുഷ്യൻ പാപിയാണെന്ന്. ഇവന്മാർക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ?
മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം സഞ്ചരിക്കാൻ തുടങ്ങി. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമെന്നുള്ള പഠനങ്ങൾ നടക്കുന്നു. UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു മേടിച്ചു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. പണ്ടത്തെ കൽക്കരിയുടെ ട്രെയിനൊക്കെ മാറി വന്ദേ ഭാരതായി. എന്നിട്ടും കുറേ ഉപദേശിമാർ കവലകൾ തോറും നിന്നും വിളിച്ചു പോവുകയാണ്, മനുഷ്യൻ പാപിയാ പാപിയാ പാപിയാ, യുവമാർക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലേന്ന്. പിള്ളേർ ചിരിക്കും. എടാ മക്കളെ, ചിരിക്കാൻ പറ്റടാ. ഒരു ചോദ്യം ഉപദേശി ചോദിക്കാൻ പോവുക, കേട്ട ഉത്തരം പറ. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയടാ, സമ്മതിച്ചു. ആകാശമാർഗം പറക്കാൻ തുടങ്ങി, സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കട്ടെ, നല്ല കാര്യം, സമ്മതിച്ചു. UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രനി 30 ഏക്കർ വസ്തു മേടിച്ചതും സമ്മതിച്ചു. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയത് ഉപദേശി സമ്മതിച്ചിടാവേ. ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുക, ഉത്തരം പറ. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെ പേരെന്താ പറഞ്ഞേ? ട്രെയിൻ എന്നല്ലയോ? ട്രെയിനെ പോയിട്ടുള്ളവരുണ്ട്, കൈപൊക്കിയേ. എല്ലാവരും പോയിട്ടുണ്ട്. എന്നാൽ കേട്ടോ, ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംഗീതമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇരിപ്പുണ്ട്. അത് ഇപ്പോഴും ചങ്ങലക്കിട്ടാണ് വെച്ചേക്കുന്നത്. അതെന്താ മാറാത്ത? കണ്ടുപിടുത്തം മാറി, ഇൻ്റർനെറ്റ് മാറി, സയൻസ് മാറി, ടെക്നോളജി മാറി, ശാസ്ത്രം മാറി, എല്ലാ കുന്തവും മാറിയിട്ടും ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാണ് വെച്ചേക്കുന്നത്, അല്ലയോ? എന്നാ മാറാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിൾ. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യൻ മാറിയിട്ടില്ല, ഇല്ലേ? മാറിയിട്ടുണ്ടോ? ഓ, എന്നെ ഇച്ചിച്ചി പോലെ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ നെടുങ്കുഴിയിലോ വിളപ്പിശാലോ പിന്നെ SBI ബാങ്കിലോ ഫെഡറൽ ബാങ്കിലോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ കയറും. നല്ല സ്ഥലമാണ്. ബാങ്കിൽ ചെന്ന് നോക്ക്. 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റ് കെട്ടിയിട്ടേക്കുന്നു. 5 രൂപയുടെ പേന. അങ്ങനെ പേന ഓടിപ്പോവുമോ? മാന്യന്മാർ വരുന്ന സ്ഥലമാണ് ബാങ്ക്. ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ പേന പോസ്റ്റിൽ കെട്ടിയിട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിൾ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവൻ വിളപ്പിശാലയിലും അതാ കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സകല മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്ത ഒരേ ഒരു മേഖല ഇന്നും തുടരുന്നു, ഇരുകാലി മനുഷ്യൻ്റെ സ്വഭാവം. മാറ്റമില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞ മാറ്റം വരാൻ പാപത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മനുഷ്യൻ പാപിയാണ്. ഇനി മനുഷ്യൻ പാപി അല്ലെന്ന് പറയുന്നവരാരെങ്കിലും നെടുങ്കുഴിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം നെടുങ്കുഴി പാപിയുണ്ടോന്ന്. കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കം കിട്ടാതെ വന്നപ്പം CCTV വെച്ചാ ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങുന്നത്. എന്നാ കാട്ടിൽ നിന്ന് പുലി ഇറങ്ങി കടയിൽ കയറുമെന്ന് പേടിച്ചാന്നോ? അല്ലെന്ന്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ചിട്ട്. മനുഷ്യനെ പേടിച്ച് ജീവിക്കുക ഇവിടെ. ഈ മനുഷ്യനെന്ന് പറയുന്ന ഇരുകാലി എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ജീവിയാണ് മനുഷ്യൻ. കാരണം അവൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. ചില ആളുകൾ പറയും, ശരിയാ അങ്ങേര് പറഞ്ഞതൊക്കെ ശരിയാ, പിന്നെ അപ്പം പാപിയാന്നോ? ഞാനല്ല. അതിനാ ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, അമ്മ അപ്പനെ വേദനിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാപിയല്ലെന്ന് പറയുന്നെങ്കിൽ കേട്ടെ, ഇവിടെ അടുത്തൊരു ചേട്ടൻ ഒരു 5 മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. 4 പാമ്പ് സകലരെയും കടിച്ചിട്ടുണ്ട്, ഒരു പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല. അതുകൊണ്ട് കടിക്കാത്ത പാമ്പിന് വിഷമില്ലെന്ന് ഒരു നേരത്തെ അരിയാഹാരം കഴിക്കുന്നവൻ പറയുമോ? കടിക്കാത്ത പാമ്പിന് വിഷമില്ലേ? ഇന്ന് വരെ കടിച്ചിട്ടില്ലെന്ന് പറ, അത് സത്യം, ഓക്കെ. പക്ഷേ എന്നെങ്കിലും കടിച്ചാൽ വിഷം പുറത്ത് വരും. അത് തന്നെയാണ് മനുഷ്യൻ. അത് തന്നെയാണ് മനുഷ്യൻ. ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഒരു പ്രഭാതം പുലർന്നെഴുന്നേൽക്കുമ്പോൾ അവർ ഇരുമ്പടിക്കകത്തായെന്ന വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടിത്തരിക്കുക. അയ്യോ ഇവനോ, അയ്യോ ഇവളോ, അയ്യോ എത്ര നല്ല കൊച്ചായിരുന്നു, എന്ത് നല്ല മോനായിരുന്നു. ഇപ്പോൾ അകത്തിരുന്ന വിഷം പുറത്തു വന്നു. അത് തന്നെയാണ് മനുഷ്യൻ. അവൻ്റെ അകത്തിരിക്കുന്ന പാപം ഒരു നാൾ പുറത്തു വരും. അതുകൊണ്ട് മനുഷ്യൻ ആത്യന്തികമായി മോക്ഷം പ്രാപിക്കേണ്ടത് പാപത്തിൽ നിന്നാണ്. പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യൻ്റെ അകത്ത് കുടിയേറി അവൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയപ്പോൾ പാപത്തിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ നിലവിളി തുടങ്ങി. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി അവൻ അലയാൻ തുടങ്ങി. ഈശ്വരനെ തേടി അലഞ്ഞു. അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ. എവിടെയാണ് ഈശ്വരൻ? മനുഷ്യൻ അലയാൻ തുടങ്ങി മോക്ഷം തേടി. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി നോക്കി. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി നടത്തി നോക്കി. ആധുനിക കാലഘട്ടത്തിൽ കിട്ടിയോ മോക്ഷം?
കിട്ടിയില്ല. അകത്ത് കിടന്ന് ചപ്പാത്തി ഉരുട്ട് കായിപ്പം. ചുരുട്ടി പറഞ്ഞാൽ ആകുന്ന പണി 58 ചെയ്തേച്ച് മനുഷ്യൻ മോക്ഷം തേടി അലയുന്ന ഈ കാലഘട്ടത്തിലും ഒരു സന്തോഷ വാർത്ത പറഞ്ഞ് നാളത്തേക്ക് വയ്ക്കാം. സകല മനുഷ്യൻ്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു. അതെ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ആവർത്തിച്ച് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, എല്ലാ നാമത്തിലും മേലായ നാമം, സകല മുട്ടും സകല മുഴങ്കാലും മടങ്ങുന്ന ഏകനാമം, അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം.